ഒന്ന് വേഗം നടക്കെൻ്റെ ഉണ്ണിക്കുട്ടാ. ചെന്നിട്ട് എന്തൊക്കെ പണിയുള്ളതാ. നടക്കുന്നതിനിടയിൽ അല്പം വേഗത കൂട്ടിക്കൊണ്ട് ലക്ഷ്മി പറഞ്ഞു. കൂട്ടത്തിൽ അവൻ്റെ കയ്യിലെ പിടുത്തം മുറുക്കുകയും ചെയ്തിരുന്നു. അമ്മേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അമ്മയ്ക്കൊപ്പം വേഗത്തിൽ നടന്നുകൊണ്ടിരുന്ന ഉണ്ണിക്കുട്ടൻ കുറച്ചു നേരത്തെ മൗനത്തിനു ശേഷം ചോദിച്ചു. എന്താ? എന്താണെങ്കിലും ഉണ്ണിക്കുട്ടന് ചോദിക്കാലോ. മോൻ ചോദിച്ചോ? ലക്ഷ്മി ഒരു നേർത്ത പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു. എൻ്റെ അച്ഛൻ എവിടെയാ അമ്മേ? 5ാം ക്ലാസ്സുകാരൻ ഉണ്ണിക്കുട്ടൻ അത് ചോദിച്ചതും ലക്ഷ്മിയുടെ കാലുകൾ നിന്നു. അവൾ ഉണ്ണിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കി. അതെന്താ ഉണ്ണി, മോനിപ്പോ അങ്ങനെ ചോദിച്ചേ? ലക്ഷ്മി വരുത്തി തീർത്തൊരു നേർത്ത പുഞ്ചിരിയോടെ അവനോട് ചോദിച്ചു. അതോ, ഇന്ന് ക്ലാസ്സിൽ പുതിയ ടീച്ചർ വന്നു. എന്നിട്ട് എല്ലാവരെ പറ്റിയും പറയാൻ പറഞ്ഞു. എല്ലാവർക്കും പറയാൻ അവരുടെ അച്ഛനും അമ്മയുമുണ്ട്. എനിക്ക് മാത്രം പറയാൻ അമ്മയല്ലേ ഉള്ളൂ? ഉണ്ണിക്കുട്ടൻ പറഞ്ഞത് കേൾക്കെ ലക്ഷ്മിയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. ആ പിടപ്പ് കണ്ണുകളിൽ എത്താതിരിക്കാൻ അവൾ കിണഞ്ഞു പരിശ്രമിച്ചു. പറ അമ്മേ, എല്ലാവരും അച്ഛനെപ്പറ്റി പറയുമ്പോൾ ഞാൻ എന്താ എൻ്റെ അച്ഛനെപ്പറ്റി പറയണ്ടേ? ഉണ്ണിക്കുട്ടൻ വീണ്ടും ചോദിച്ചു. ലക്ഷ്മിക്ക് എന്താണ് പറയേണ്ടത് എന്നറിഞ്ഞില്ല. മകനെ ഓർത്ത് അവളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. ഉച്ചയ്ക്ക് ചോറുണ്ണുമ്പോൾ അപ്പു ആരും കേൾക്കാതെ ഉണ്ണിക്കുട്ടൻ്റെ കാതിൽ വന്നു പറഞ്ഞല്ലോ, എൻ്റെ അച്ഛൻ തമിഴ്നാട്ടിൽ വേറെ കല്യാണം കഴിച്ച് അവരുടെ കൂടെയാണെന്ന്. അച്ഛന് വേറെ മോനുണ്ടെന്ന്. അവൻ്റെ അമ്മയും അച്ഛനും പറയുന്നത് അവൻ കേട്ടെന്ന്. ആണോ അമ്മേ? വീണ്ടും മുൻപോട്ട് നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഉണ്ണിക്കുട്ടൻ മെല്ലെ അത് ചോദിച്ചത്. ലക്ഷ്മിയുടെ കണ്ണുകളിൽ കാർമേഘം ഉരുണ്ടുകൂടി. അത് പുറത്തേക്ക് വരാതിരിക്കാൻ അവൾ ആവുന്നതും ശ്രമിച്ചു. അപ്പുവിൻ്റെ വാക്കുകൾക്ക് മുൻപിൽ തിരിച്ചൊന്നും പറയാൻ കഴിയാതെ നിൽക്കേണ്ടി വന്ന തൻ്റെ മകനെ ഓർത്ത് ആ മാതൃഹൃദയം തേങ്ങി. അവൾ പതിയെ അവൻ്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ചു. പിന്നെ നേർത്തൊരു പുഞ്ചിരിയെ ചുണ്ടിൽ നിറച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, അങ്ങനെയല്ല. മോൻ്റെ അച്ഛൻ ദൂരെ ഒരു സ്ഥലത്ത് ജോലിക്ക് പോയിരിക്കുകയാ. വരും. അധികം വൈകാതെ എൻ്റെ ഉണ്ണിക്കുട്ടനെ കാണാൻ കൈ നിറയെ കളിപ്പാട്ടവുമായി വരും. അത് പറഞ്ഞപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ മുഖം തെളിഞ്ഞു. അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. പിന്നെ എൻ്റെ ഉണ്ണിക്കുട്ടൻ ഇതുപോലെ ഇനി ആരോടും ചോദിക്കരുത് കേട്ടോ, പ്രത്യേകിച്ച് മോൻ്റെ അച്ഛമ്മയോട്. ലക്ഷ്മി അത് പറഞ്ഞതും അവൻ്റെ കുഞ്ഞിക്കണ്ണുകൾ ചുരുങ്ങി. അതെന്താ അമ്മേ? അവന് വീണ്ടും സംശയം. മോൻ്റെ അച്ഛമ്മയ്ക്ക് അച്ഛനെ കാണാൻ മോനെപ്പോലെ തന്നെ ഒത്തിരി ആഗ്രഹമുണ്ടാവില്ലേ? അപ്പോൾ ഉണ്ണിക്കുട്ടൻ അച്ഛനെപ്പറ്റി ചോദിച്ചാൽ അച്ഛമ്മയ്ക്ക് സങ്കടമാവില്ലേ? അതുകൊണ്ട് ചോദിക്കണ്ടാട്ടോ, ലക്ഷ്മി ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. ഇല്ലമ്മേ, ഉണ്ണിക്കുട്ടൻ അച്ഛമ്മയെ സങ്കടപ്പെടുത്തില്ല, ഇനി എൻ്റെ അമ്മയെയും. അവൻ അതും പറഞ്ഞ് അവൻ്റെ അമ്മയുടെ കൈയും പിടിച്ച് മുൻപിൽ നടന്നു. എന്നാൽ തെല്ലപ്പുറം അവരെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഒരാൾ മറഞ്ഞു നിന്നിരുന്നത് അവരറിഞ്ഞില്ലെന്നു മാത്രം. ഉണ്ണിക്കുട്ടനും ലക്ഷ്മിയും വീട്ടിലെത്തുമ്പോൾ ഉമ്മറത്ത് തന്നെ യശോദാമ്മ ഇരിപ്പുണ്ട്, ഉണ്ണിക്കുട്ടൻ്റെ അച്ഛമ്മ. അച്ഛമ്മയെ! ഉണ്ണിക്കുട്ടൻ ഉറക്കെ വിളിച്ചുകൊണ്ട് അവർക്കരികിലേക്ക് പാഞ്ഞു ചെന്നു. അച്ഛമ്മയുടെ ഉണ്ണി വന്നോ? അവരവനെ ഇരു കൈകൾ കൊണ്ടും ചേർത്ത് പിടിച്ചു. ചെന്ന് ബാഗ് അയച്ചു വെച്ച് മേലു കഴുകി വന്നാൽ അച്ഛമ്മ നല്ല ഇലയട തരാലോ ഉണ്ണിക്ക്. അച്ഛമ്മ അത് പറഞ്ഞപ്പോൾ തന്നെ ഉണ്ണിക്ക് നാവിൽ വെള്ളമൂറി. അവൻ ബാഗ് അഴിച്ചു വെച്ച് കുളിമുറിയിലേക്ക് ഓടി. സാധനങ്ങളെല്ലാം കിട്ടിയോ മോളെ? യശോദാമ്മ ചോദിച്ചു. ഉവ്വമ്മേ, പച്ചക്കറിയെല്ലാം കിട്ടി. എല്ലാത്തിനും വില കൂടിയിട്ടുമുണ്ട്. അവൾ അതും പറഞ്ഞ് ഉണ്ണിക്ക് ഇടാനുള്ള ഡ്രസ്സും തോർത്തുമെടുത്ത് കുളിമുറിയിലേക്ക് നടന്നു. ഉറക്കെ വായിക്ക് എൻ്റെ ഉണ്ണിക്കുട്ട, എന്നാലേ തലയിൽ കയറുള്ളൂ. പുസ്തകത്തിലേക്ക് നോക്കി മെല്ലെ വായിക്കുന്ന ഉണ്ണിക്കുട്ടനെ നോക്കി ലക്ഷ്മി പറഞ്ഞു. അതു കേട്ടതും ഉണ്ണി ഒന്നുകൂടി ഉറക്കെ വായിച്ചു. അവന് തൊട്ടപ്പുറത്ത് വലിയൊരു മുറത്തിൽ പച്ചക്കറിയുമായി ലക്ഷ്മി ഇരിപ്പുണ്ട്. കുറച്ചപ്പുറത്ത് യശോദാമ്മയും. നാളത്തേക്ക് വേണ്ട പച്ചക്കറി കഷ്ണങ്ങളാക്കുകയാണവൾ. യശോദാമ്മ കാൽ നീട്ടിവെച്ച് വലതു കൈകൊണ്ട് കാൽമുട്ട് ഉഴിയുകയാണ്. എന്തേ അമ്മേ, കാല് നല്ല വേദനയുണ്ടോ? അവൾ ചോദിച്ചു. ഇന്നലത്തേതിലും കടച്ചിൽ കൂടിയിട്ടുണ്ട്, ഉഴിഞ്ഞുകൊണ്ട് തന്നെ അവർ പറഞ്ഞു. അവളൊന്ന് തിരിഞ്ഞ് അവരുടെ കാലിലേക്ക് എത്തി നോക്കി. നീര് കൂടിയിട്ടുണ്ട്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഓയിൻമെൻ്റ് ഇട്ടു തരാം, അവൾ പറഞ്ഞു. അവരൊന്ന് ദൂരേക്ക് നോക്കിക്കൊണ്ട് മൂളി. രാത്രിയിൽ 3 പേരും ഒരുമിച്ചിരുന്നാണ് അത്താഴം കഴിച്ചതും. അത് കഴിഞ്ഞ് അടുക്കളയിൽ പാത്രം കഴുകി വെക്കുന്ന നേരത്ത് ഉണ്ണിക്കുട്ടൻ യശോദാമ്മയ്ക്കരികിൽ ചെന്ന് കിടന്നു. അവർ പതിയെ അവൻ്റെ മുടിയിൽ തലോടി കൊടുത്തു. അച്ഛമ്മേ, ഉണ്ണിക്കുട്ടന് ഒരു കഥ പറഞ്ഞു തരാമോ? ഉണ്ണിക്കുട്ടൻ ഒരു കൊഞ്ചലോടെ ചോദിച്ചു. അതിനെന്താ, എത്ര കഥ വേണമെങ്കിലും ഉണ്ണിക്കുട്ടന് അച്ഛമ്മ പറഞ്ഞു തരാലോ.
അവർ പതിയെ പറഞ്ഞു തുടങ്ങി. പണ്ട് പണ്ടൊരു നാട്ടിൽ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു. പാത്രം കഴുകുന്ന ലക്ഷ്മി യശോദാമ്മയുടെ കഥ കേട്ടൊന്ന് ചിരിച്ചു. ഉണ്ണിക്കുട്ടന് 100 കൂട്ടം സംശയങ്ങളാണ്. അവൻ അതെല്ലാം ചോദിക്കുന്നുമുണ്ട്. അവരുടെ ചെറിയ വലിയ വർത്തമാനം കേട്ടുകൊണ്ട് തന്നെ അവൾ പാത്രം കഴുകി. എല്ലാ പണിയും കഴിഞ്ഞ് അടുക്കളയും അടച്ചു വരുമ്പോഴേക്കും ഉണ്ണിക്കുട്ടൻ ഉറങ്ങിയിട്ടുണ്ട്. കൂടെ കഥ പറഞ്ഞു കൊടുത്ത ആളും. അവളൊരു പുഞ്ചിരിയോടെ 2 പേരെയും ഒന്ന് നോക്കി. പിന്നെ പതിയെ ഉണ്ണിക്കുട്ടനെ യശോദാമ്മയുടെ നെഞ്ചിൽ നിന്നും താഴേക്ക് നീക്കി കിടത്തി. അവൻ്റെ മുടിയിലൊന്ന് പതിയെ തലോടി ആ നെറ്റിയിൽ ചുണ്ട് ചേർത്തു. ശേഷം കാലുവേദനയ്ക്കുള്ള ഓയിൻമെൻ്റ് എടുത്തവൾ പതിയെ യശോദാമ്മയുടെ കാലിൽ പുരട്ടാൻ തുടങ്ങി. മതി ലക്ഷ്മി, നിനക്ക് നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ, കിടക്കാൻ നോക്ക്, യശോദാമ്മ വാത്സല്യം കലർന്നൊരു ശാസനയോടെ പറഞ്ഞു. അമ്മ ഉറങ്ങിയില്ലായിരുന്നോ? ഉറങ്ങിയതായിരുന്നു. പക്ഷേ നീ എൻ്റെ കാലിൽ തൊട്ടപ്പോൾ തന്നെ ഞാൻ അറിഞ്ഞു. ഇന്നിത് മതി, നേരം ഒരുപാട് വൈകി, മോള് കിടന്നോ, യശോദാമ്മ പറഞ്ഞു. അവളൊന്ന് മൂളിക്കൊണ്ട് എഴുന്നേറ്റു. ശേഷം കൈ കഴുകി വന്ന് ഉണ്ണിക്കുട്ടൻ ഓരത്ത് കിടന്നു. അവനെയും കെട്ടിപ്പിടിച്ച് അവൾ പതിയെ കണ്ണടച്ചു. 4 മണിയുടെ അലാറം അടിച്ചതും അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. വീണ്ടും മൂടി പുതച്ചുറങ്ങാൻ തോന്നിയെങ്കിലും അവൾ വേഗം എഴുന്നേറ്റ് അഴിഞ്ഞു വീണ മുടി ഒന്നാകെ എടുത്ത് കെട്ടിവെച്ചു. ഇടുപ്പോളം എത്തുന്ന നല്ല ചുരുണ്ട കട്ടിയുള്ള മുടിയാണവൾക്ക്. അവൾ തനിക്കരികിൽ ഉറങ്ങിക്കിടക്കുന്ന ഉണ്ണിയെ ഒന്ന് നോക്കുമ്പോൾ ഒരു നേർത്ത പുഞ്ചിരി അവളുടെ ചുണ്ടിൽ നിറഞ്ഞിരുന്നു. തൻ്റെ അരുമ കുഞ്ഞിൻ്റെ നെറ്റിയിലൊന്ന് അവൾ പതിയെ മുത്തി. വീട്ടിൽ തന്നെ ചെറിയൊരു ഹോട്ടൽ കച്ചവടം നടത്തുന്നുണ്ട് ലക്ഷ്മി. വീട്ടിലൂണ് എന്ന് പറയുന്ന ഒരു കൊച്ചു സംരംഭം. ഉച്ചയ്ക്കുള്ള ഊണ് മാത്രമേ ഉണ്ടാകാറുള്ളൂ. അതുകൊണ്ട് തന്നെ എന്നും രാവിലെ കുളിച്ചിട്ടാണ് അവൾ അടുക്കളയിൽ കയറാറ്. ഊണ് മാത്രമേ ഉള്ളുവെങ്കിലും രാവിലെ തന്നെ അടുക്കളയിൽ കയറിയാലേ സമയത്തിന് ഭക്ഷണം കൊടുക്കാൻ കഴിയുകയുള്ളൂ. സഹായത്തിന് ആരുമില്ല. അവൾ തന്നെയാണ് എല്ലാ ജോലിയും ചെയ്യുന്നത്. പിന്നെ പച്ചക്കറികൾ നുറുക്കാനും ഭക്ഷണത്തിൻ്റെ വേവും പാകവുമെല്ലാം നോക്കാനും യശോദാമ്മയും ഉണ്ടാകും. യശോദാമ്മയ്ക്ക് 60 വയസ്സുണ്ട്. കാലിന് വേദനയുള്ളതുകൊണ്ട് തന്നെ അവർക്ക് അധിക നേരം നിന്ന് പണിയെടുക്കാനൊന്നും സാധിക്കില്ല. എങ്കിലും അവൾക്കൊരു ആശ്വാസം എന്നതുപോലെ അടുക്കളയിൽ അവരുമുണ്ടാകും. അന്നൊരു ശനിയാഴ്ചയായിരുന്നു. ഉണ്ണിക്കുട്ടന് ക്ലാസ്സില്ല. രാവിലത്തെ ചായയുടെ പണി കഴിഞ്ഞതും പിന്നെ ഊണിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കടന്നു. 12:30 ചോറ് കൊടുത്തു തുടങ്ങും. അതൊരു 3-3:30 മണി വരെ ഉണ്ടാകും. എങ്കിലും ഊണ് ബാക്കിയുണ്ടെങ്കിൽ അതിനുശേഷം വരുന്നവർക്കും ചോറ് കിട്ടും. യശോദാമ്മ കാശ് വാങ്ങാനിരിക്കുമ്പോൾ വിളമ്പുന്ന ജോലി ലക്ഷ്മിക്കാണ്. അച്ചാറും ഉപ്പേരിയും മറ്റും വിളമ്പിയും ഗ്ലാസ്സിൽ വെള്ളമൊഴിച്ചും ഉണ്ണിക്കുട്ടനും അവൻ്റെ അമ്മയ്ക്ക് കൂട്ടായിട്ടുണ്ടാകും. കൂട്ടത്തിൽ വിളമ്പാനും പാത്രമെടുക്കാനും മേശ തുടയ്ക്കാനും വീടിനടുത്തുള്ള ഭാസ്കരേട്ടൻ അവളെ സഹായിക്കും. ഭാസ്കരേട്ടന് മക്കളില്ല. ഭാര്യയാണെങ്കിൽ കുറച്ചു കാലമായി കിടപ്പിലാണ്. അയാൾക്കാണെങ്കിൽ ഭാരമുള്ള ജോലിയൊന്നും എടുക്കാനും പറ്റില്ല. അയാളുടെ കുടുംബം കഴിഞ്ഞു പോകുന്നത് ലക്ഷ്മിയുടെ അവിടെ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ടാണ്. ലക്ഷ്മിക്കും അതെ, അവൾക്കും ഭാസ്കരേട്ടൻ ഒരു സഹായമാണ്. അന്നും 12:15 ഊണെല്ലാം തയ്യാറായിട്ടുണ്ട്. 2 തരം പച്ചക്കറിയും 1 മീൻകറിയും മീൻ പൊരിച്ചതും ഉപ്പേരിയും പുളിയും പപ്പടവും അവിയലുമെല്ലാം തയ്യാറാക്കി അവളൊന്ന് ഊരയ്ക്ക് കൈകൊടുത്തു. പിന്നെ അവളുടെ പ്രത്യേക കൂട്ടുചേർന്ന രസവും. ശരിക്കും അവൾക്ക് വല്ലാത്തൊരു കൈപുണ്യമാണ്. കൊടുക്കുന്ന പൈസയ്ക്ക് രുചികരമായ ആഹാരം കഴിക്കാം. അത് കഴിച്ചു കഴിയുമ്പോൾ വല്ലാത്തൊരു ആത്മസംതൃപ്തി തോന്നും. അതുകൊണ്ട് തന്നെ വീട്ടിലെന്നും ഉച്ചസമയത്ത് നല്ല തിരക്കാണ്. ക്ഷീണം അവളെ നന്നേ പിടിമുറുക്കിയിട്ടുണ്ട്. പക്ഷേ തളർന്നിരുന്നിട്ട് കാര്യമില്ലാലോ. താങ്ങാൻ ആരാണുള്ളത്? ആരുമില്ല. ആകെയുള്ളത് 10 വയസ്സ് പ്രായമുള്ള തൻ്റെ മകനും പിന്നെ പ്രായം ചെന്ന തൻ്റെ അമ്മയും. അമ്മയെന്ന് പറയുമ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ്റെ അമ്മ. അവളൊരു ഗ്ലാസ്സിൽ അല്പം കരിങ്ങാലി വെള്ളം എടുത്തു കുടിച്ചു. കരിങ്ങാലി എന്ന് പറഞ്ഞാൽ ദാഹശമനി. വടക്കേ കേരളത്തിലേക്ക് അധികവും അങ്ങനെയാണ് പറയാറ്. പിന്നെ അവൾ വടക്കേ മുറ്റത്ത് അടുക്കളയോട് ചേർന്നുണ്ടാക്കിയ നീളൻ മുറിയിലേക്ക് നടന്നു. അവിടെയാണ് ഊണ് കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത്. മേശപ്പുറമെല്ലാം ഒന്നുകൂടി തുടച്ച് വൃത്തിയാണെന്ന് ഉറപ്പുവരുത്തി. അപ്പോഴേക്കും ആളുകളെല്ലാം വന്നു തുടങ്ങിയിരുന്നു. യശോദാമ്മ ക്യാഷ് വാങ്ങുന്നതിനായി ഇട്ടിരിക്കുന്ന മേശയ്ക്കരികിൽ ഇരിപ്പുണ്ട്. യശോദാമ്മേ എന്ന് വിളിച്ചുകൊണ്ടാണ് അവിടേക്ക് ഓരോരുത്തരും കയറി വരാറ്. സ്ഥിരമായി വരുന്നവർക്കെല്ലാം അവരുടെ പ്രിയപ്പെട്ട അമ്മയാണ് യശോദാമ്മ. പുതിയതായി വരുന്നവർക്കും അവിടെ നിന്നും ഇറങ്ങുമ്പോൾ യശോദാമ്മയുടെ പുഞ്ചിരിച്ച മുഖം മനസ്സിലങ്ങനെ നിറഞ്ഞു നിൽക്കും. പാവം, ഒരുപാട് ഉരുകുന്നുണ്ട് ആ അമ്മയുടെ മനസ്സ്.
പക്ഷേ പുറമേക്ക് ആരും അറിയുന്നില്ലെന്ന് മാത്രം. എന്നാൽ ലക്ഷ്മി യശോദാമ്മയിൽ നിന്നും കുറച്ച് വ്യത്യസ്തയാണ്. ആവശ്യത്തിന് മാത്രമേ സംസാരിക്കാറുള്ളൂ. ആരോടും അതിൽ കൂടുതലുള്ള അടുപ്പത്തിന് അവൾ പോകാറില്ല. ഒരു 2 മണിയോടടുത്തതും തിരക്ക് വല്ലാതെ കൂടിയിരുന്നു അവിടെ. ലക്ഷ്മിക്കുഞ്ഞെ, ദേ ഇവർക്കൊന്ന് വിളമ്പണേ. ഭാസ്കരേട്ടൻ വിളമ്പുന്നതിനിടയിൽ ലക്ഷ്മിയെ നോക്കി വിളിച്ചു പറഞ്ഞു. ദേ വരുന്നു ഭാസ്കരേട്ടാ. അതും പറഞ്ഞ് അവൾ അവസാനം വന്നിരുന്നവരുടെ അടുത്തേക്ക് നടന്നു. ഒരു മേശയ്ക്കരികിൽ 4 പേര് ഇരിപ്പുണ്ട്. 4 പേരും ചെറുപ്പക്കാരാണ്. ഒരു 35 വയസ്സൊക്കെ കാണും. അവൾ അവർക്ക് മുൻപിലേക്ക് വലിയ പാത്രം ഓരോന്നായി നിരത്തിവെച്ചു. ശേഷം ചോറെടുക്കുവാനായി മുഖം ഉയർത്തിയപ്പോഴാണ് അവളുടെ കണ്ണിൽ ആ മുഖം പതിഞ്ഞത്. ഒരു നിമിഷം ആ മുഖത്തിന് മുൻപിൽ അവളൊന്ന് തറഞ്ഞു നിന്നുപോയി. ഹലോ, എന്തുപറ്റി? ചോറ് വിളമ്പുന്നില്ലേ? കൂട്ടത്തിൽ ഒരാൾ നേർത്ത ചിരിയോടെ ചോദിച്ചപ്പോഴാണ് അവൾ സ്വബോധത്തിലേക്ക് വന്നത്. വരുത്തി തീർത്തൊരു പുഞ്ചിരിയോടെ അവൾ വേഗത്തിൽ ചോറ് വിളമ്പി. പിന്നെ വിഭവങ്ങളെല്ലാം വിളമ്പിയതും യാന്ത്രികമായിരുന്നു. അപ്പോഴേക്കും ഉണ്ണിക്കുട്ടൻ വെള്ളം നിറച്ച ജഗ്ഗുമായി അങ്ങോട്ടേക്ക് വന്നു. 4 ഗ്ലാസ് അവർക്കരികിലായി വെച്ചുകൊണ്ട് ഉണ്ണിക്കുട്ടൻ പതിയെ അതിലേക്ക് വെള്ളം ഒഴിച്ചു. വെള്ളം പുറത്തേക്ക് പോകാത്ത വിധം എല്ലാം ഒരു സൂക്ഷ്മതയോടെയാണ് അവൻ ചെയ്യുന്നത്. എന്തു പറ്റി ഉണ്ണിക്കുട്ടാ, ഒരു മൈൻഡില്ലാലോ? നേരത്തെ ലക്ഷ്മിയോട് ചോദിച്ച ചെറുപ്പക്കാരൻ തന്നെയാണ് ഉണ്ണിക്കുട്ടനോടും അത് ചോദിച്ചത്. ഒന്നുമില്ലാലോ നിതിനേട്ടാ, ഉണ്ണിക്കുട്ടൻ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഓ, അങ്ങനെയാണോ? എന്നിട്ട് ഉണ്ണിക്കുട്ടൻ ഊണ് കഴിച്ചോ? കൂട്ടത്തിലുള്ള വേറൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു. എപ്പോഴോ കഴിച്ചല്ലോ അമലേട്ടാ. ഉണ്ണിക്കുട്ടനാണ് ആദ്യം ഇവിടെ ഊണ് കഴിച്ചേ. അവൻ എന്തോ വലിയ കാര്യം പറയുന്നത് പോലെ പറഞ്ഞു. അമ്പട ഭയങ്കരാ, നീ ആള് കൊള്ളാലോ. കൂട്ടത്തിലെ മൂന്നാമൻ അഖിലും പറഞ്ഞു. അവർ ഉണ്ണിക്കുട്ടനുമായി നല്ല കൂട്ടാണെന്ന് അവരുടെ സംസാരത്തിൽ നിന്നും തന്നെ ആർക്കും മനസ്സിലാകും. പിന്നെ ഉണ്ടല്ലോ, ഞാനൊരു കൂട്ടം എടുത്തു വെച്ചിട്ടുണ്ട്, പോകുമ്പോൾ തരാമേ. ഉണ്ണിക്കുട്ടൻ കണ്ണുകൾ വിടർത്തിക്കൊണ്ട് പറഞ്ഞു. എന്താ സംഭവം? കണ്ണുകളിൽ അത്ഭുതം നിറച്ചെന്ന പോലെ നിതിൻ ചോദിച്ചു. അതൊക്കെയുണ്ട്, പോകാൻ നേരം പറയണേ, അപ്പോൾ തരാം, ഉണ്ണിക്കുട്ടൻ പറഞ്ഞു. നീ ഈ ചേട്ടനെ കണ്ടില്ലേ ഉണ്ണിക്കുട്ടാ? തനിക്കരികിലിരിക്കുന്നവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അഖിൽ ചോദിച്ചു. അത് കേട്ടതും ഉണ്ണിക്കുട്ടൻ ഒരു പുഞ്ചിരിയോടെ അഖിലിന് തൊട്ടരികിലായി ഇരിക്കുന്നവനെ നോക്കി. ഉണ്ണിക്കുട്ടനെ നോക്കി അവനും ഒന്ന് പുഞ്ചിരിച്ചു. ഇത് ഞങ്ങളുടെ ഫ്രണ്ടാണ് നന്ദൻ, ഇനി മുതൽ ഉണ്ണിക്കുട്ടൻ്റെയും, കേട്ടോ? അമൽ അത് പറയുമ്പോൾ ഉണ്ണിക്കുട്ടൻ അതേ എന്ന രീതിയിൽ കൈ ഉയർത്തി കാണിച്ചു. ഉണ്ണിക്കുട്ടൻ്റെ പുഞ്ചിരി കാണുമ്പോൾ നന്ദൻ്റെ നെഞ്ചിൽ എന്തോ കൊളുത്തി വലിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവൻ അത് പുറത്ത് കാണിക്കാതെ ഉണ്ണിക്കുട്ടനെ നോക്കി മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും വേറെയും കുറച്ചു പേർ അവിടേക്ക് വന്നതും ഉണ്ണിക്കുട്ടൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് ജഗ്ഗുമായി അവർക്കരികിലേക്ക് നടന്നു. അത് ഉണ്ണിക്കുട്ടൻ. നേരത്തെ ചോറ് വിളമ്പിയില്ലേ ലക്ഷ്മി? അവളുടെ മോനാ. ഉണ്ണിക്കുട്ടനെ തന്നെ നോക്കിയിരിക്കുന്ന നന്ദനെ കണ്ട് നിതിൻ പറഞ്ഞു. അതെ, ലക്ഷ്മിയുടെ കുഞ്ഞ്, എൻ്റെ ലക്ഷ്മിയുടെ കുഞ്ഞ്. നന്ദൻ്റെ നെഞ്ചിൽ ചോര പൊടിഞ്ഞു. എന്തൊക്കെയായാലും ലക്ഷ്മിക്ക് ഒടുക്കത്തെ കൈപുണ്യമാണ്, അത് പറയാതിരിക്കാൻ വയ്യ, അമൽ പറഞ്ഞു. അത് ശരിയാ, അല്ലെങ്കിൽ ഓഫീസിനടുത്ത് കടയുണ്ടായിട്ടും എന്നും വണ്ടി ഓടിച്ച് ഇവിടെ വരെ വന്ന് ഭക്ഷണം കഴിക്കില്ലല്ലോ. അമൽ പറഞ്ഞതിനെ അഖിലും ശരിവെച്ചു. നിനക്ക് ഇഷ്ടമായില്ലേ നന്ദ? നിതിൻ ചോദിച്ചു. എന്താ എന്താ ചോദിച്ചേ? നിതിൻ അത് ചോദിച്ചതും നന്ദൻ ഒരു ഞെട്ടലോടെ അവനെ മുഖമുയർത്തി നോക്കി. നീ ഈ ലോകത്തൊന്നുമല്ലേ നന്ദ? നിനക്ക് ഫുഡ് ഇഷ്ടമായില്ലേന്ന് നിതിൻ വീണ്ടും ചോദിച്ചു. കൊള്ളാം, നന്നായിട്ടുണ്ട്, വരുത്തി തീർത്തൊരു ചിരിയോടെ നന്ദൻ പറഞ്ഞു. ഓരോ ഉരുള ചോറ് കഴിക്കുമ്പോഴും നന്ദൻ വീണ്ടും അറിയുകയായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് കഴിച്ചിരുന്ന അവളുടെ കൈപുണ്യം. ഇന്നും യാതൊരു മാറ്റവുമില്ല, രുചി അല്പം കൂടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അവളുടെ കൈകൊണ്ടുണ്ടാക്കിയ ഊണ് കഴിക്കാൻ വല്ലാത്തൊരു ആർത്തി ഉണ്ടായിരുന്നു അവന്. ഭാസ്കരേട്ടാ, രസമില്ലേ ഇന്ന്? അഖിൽ വിളിച്ചു ചോദിച്ചു. ഉണ്ടല്ലോ കുഞ്ഞെ, ദാ കൊണ്ടുവരാം, ഭാസ്കരേട്ടൻ വിളിച്ചു പറഞ്ഞു. കേട്ടോ നന്ദ, ലക്ഷ്മിയുടെ ഒരു രസമുണ്ട്, അത് ഒരു ഒന്നൊന്നര രസമാ. എനിക്കറിയില്ല അതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന്. ഞാൻ ഒരുപാട് കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഒരു രസം ഞാൻ എൻ്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല. ലക്ഷ്മിയുടെ സ്പെഷ്യൽ കൂട്ടാണതെന്ന് ഇവിടെ സ്ഥിരം വരുന്നവർക്കെല്ലാം അറിയാം. നിതിന് പറഞ്ഞിട്ടും മതിയാവുന്നില്ല. അത് പറയുമ്പോൾ നന്ദൻ്റെ ഓർമ്മ വർഷങ്ങൾ പിറകിലേക്ക് സഞ്ചരിച്ച് അവസാനം ആ ദിവസത്തിലെത്തി നിന്നു. നന്ദേട്ടാ, ഞാൻ ഇന്നൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്.
രണ്ട് കൈയും പിറകിലേക്ക് മറച്ചു പിടിച്ചുകൊണ്ട് ലക്ഷ്മി പറഞ്ഞു. എന്താണാവോ, വല്ല ലഡുവോ പായസമോ മറ്റുമായിരിക്കും. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ലക്ഷ്മി, എനിക്ക് മധുരം ഇഷ്ടമല്ലെന്ന്? എന്നിട്ടും ഞാനിപ്പോൾ ഒരു മധുരപ്രിയനായി മാറി. അല്ല, നീ മാറ്റി. അവനൊരു ചിരിയോടെ അവളോട് പറഞ്ഞതും അവൾ ചുണ്ടു കൂർപ്പിച്ചു. തൽക്കാലം നീ ഈ മധുരം ഒന്ന് മാറ്റിപ്പിടി. അവൻ വയലിനരികിലായി മുളകൊണ്ട് കെട്ടിയിരിക്കുന്ന നീളൻ ഇരുത്തിയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ടതും അവളൊന്ന് തിരിഞ്ഞു നിന്നു. കവിൾ രണ്ടും വീർപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ ദേഷ്യമെല്ലാം വെറുതെയാണെന്ന് മറ്റാരേക്കാളും നന്നായി നന്ദൻ അറിയാം. അയ്യോടാ, അപ്പോഴേക്കും പിണങ്ങിയോ? നന്ദൻ അവളുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് ചോദിച്ചു. വേണ്ട, കൊണ്ടുവന്നത് ഞാൻ അതുപോലെ തന്നെ തിരികെ കൊണ്ടുപോയിക്കോളാം. ആർക്കും തരുന്നില്ല, പോരെ? അവൾ വീണ്ടും ചുണ്ടു കൂട്ടിക്കൊണ്ട് പറഞ്ഞു. അച്ചോടാ, അങ്ങനെ പറഞ്ഞാൽ നന്ദേട്ടന് സങ്കടമാവേ? എൻ്റെ കുട്ടി എനിക്കൊരു സാധനം കൊണ്ടുവന്നിട്ട് അത് തരാതെ പോവുകയാണോ? തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയവളുടെ കയ്യിൽ പിടുത്തമിട്ടുകൊണ്ട് നന്ദൻ ചോദിച്ചു. എൻ്റെ നല്ല ലച്ചുമോളല്ലേ? അവൻ അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് കൊഞ്ചിച്ചതും അവളുടെ കള്ളദേഷ്യമെല്ലാം എങ്ങോ പോയി മറിഞ്ഞിരുന്നു. അവളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇന്നെന്താണാവോ പുതിയ പരീക്ഷണം? ഒരു ചിരിയോടെ അതും ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ കയ്യിലുള്ള പാത്രം വാങ്ങി തുറന്നു നോക്കി. പാത്രം തുറന്നതും അവൻ്റെ മൂക്കൊന്ന് വികസിച്ചു. അതിൽ നിന്നും വന്ന ഗന്ധം അവൻ്റെ കണ്ണുകളെയും വിടർത്തിയിരുന്നു. ഇത് നീ ഉണ്ടാക്കിയതാണോ ലച്ചു? അവനൊരു അത്ഭുതത്തോടെ ചോദിച്ചു. അത് കേട്ടതും അവൾ അതേ എന്ന പോലെ ഒന്ന് തലയാട്ടി. എന്തായാലും കാണാനും കൊള്ളാം, സ്മെല്ലും കൊള്ളാം. ഇനി നാവിൽ വച്ചാൽ എന്താ അവസ്ഥ എന്ന് ദൈവത്തിനറിയാം. അവൾ വല്ലാതെ പൊങ്ങി എന്ന് തോന്നിയപ്പോഴാണ് അവൻ അവളെ ഇടം കണ്ണിട്ടുകൊണ്ട് അത് പറഞ്ഞത്. ഒന്ന് പോയേ നന്ദേട്ടാ, വേണമെങ്കിൽ കുടിച്ചു നോക്കിയാൽ മതി. അല്ലെങ്കിലും എന്നെ പറഞ്ഞാൽ മതിയല്ലോ. എന്തു ഉണ്ടാക്കിയാലും അതിൽ നിന്നൊരിത്തിരി മാറ്റിവെച്ച് വീട്ടുകാരുടെ കണ്ണും കാതും വെട്ടിച്ച് നിങ്ങൾക്ക് കൊണ്ടുതരുന്ന എന്നെ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. വേണ്ടെങ്കിൽ വേണ്ട, അതിങ്ങു തന്നേക്ക്, ഞാൻ പോവാ. അവനിൽ നിന്നും അവൾ പാത്രം വാങ്ങാൻ നോക്കിയതും അവൾക്ക് കിട്ടാത്തതുപോലെ അവൻ അത് ഉയർത്തിപ്പിടിച്ചു. നിന്റെ പരീക്ഷണമെല്ലാം രുചിച്ചു നോക്കാൻ ഇതിനു മാത്രം എന്തു പാപമാണാവോ ഞാൻ ചെയ്തത്? നന്ദൻ വല്ലാത്തൊരു സങ്കടം ഭാവിച്ചുകൊണ്ട് പറഞ്ഞു. അതല്ലേ പറഞ്ഞത് ടേസ്റ്റ് ചെയ്യേണ്ട എന്ന്? അവൾ വീണ്ടും ദേഷ്യം എടുത്തണിഞ്ഞു. പക്ഷേ എൻ്റെ ലച്ചു ആയതുകൊണ്ട് ഈ പരീക്ഷണങ്ങളൊക്കെ ഇനിയും സഹിക്കാൻ എനിക്കിഷ്ടാ. എന്ത് ചെയ്യാനാ, എൻ്റെ ഹൃദയം വരെ നിന്റെ കയ്യിലായി പോയില്ലേ? അവൻ അവളെ നോക്കി ഒറ്റക്കണ്ണിറുക്കിക്കൊണ്ട് പുഞ്ചിരിയോടെ പറഞ്ഞു. ആ ഒരൊറ്റ ഡയലോഗിൽ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അവൻ ആ പാത്രം പതിയെ അവൻ്റെ ചുണ്ടോട് ചേർത്തു. ഒരു വേള അവൻ്റെ കണ്ണുകൾ വിടർന്നുപോയി. അവൻ വീണ്ടും ഒന്ന് കുടിച്ചു നോക്കി. ഇത് കൊള്ളാലോ ലച്ചു, സൂപ്പറായിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കി? അത് ചോദിച്ചുകൊണ്ട് അവൻ വീണ്ടും കുടിച്ചു. അതൊന്നും പറയില്ല മോനെ, സീക്രട്ടാ. എൻ്റെ സ്പെഷ്യൽ കൂട്ടുകളാണ്. ഇതൊന്നും അങ്ങനെ പുറത്തു പറയാൻ പറ്റില്ല. അവൾ വലിയ കാര്യം പോലെ ചിരിയോടെ പറഞ്ഞു. എന്തായാലും രസം എന്ന് പറഞ്ഞാൽ ഇതാണ് രസം. ഇതുപോലെയുള്ള ഒരു രസം ഞാൻ എൻ്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല. അവൻ പറഞ്ഞതും അവൾ അവനെ കണ്ണു ചുരുക്കിയൊന്ന് നോക്കി. മതി നന്ദേട്ടാ, കളിയാക്കൽ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, അവൾ പറഞ്ഞു. കളിയാക്കിയതല്ലടി, കാര്യം പറഞ്ഞതാ. ശരിക്കും ഈ രസത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, നിന്നെപ്പോലെ. അവൻ അവളുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശരിക്കും നന്ദേട്ടന് ഇഷ്ടായോ? അവൾ വീണ്ടും ചോദിച്ചു. കാര്യം സൂപ്പറായിട്ടുണ്ട്, അവൻ പറഞ്ഞു. ലച്ചു, എടി, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ? പറഞ്ഞോ. അതിനെന്തിനാ നന്ദേട്ടൻ സമ്മതം ചോദിക്കുന്നേ? നമുക്ക് ഈ നാട് വിട്ട് എങ്ങോട്ടേലും പോകാം. അവൾ അവനെ കണ്ണുമിഴിച്ചു നോക്കി. കാര്യമായിട്ടും പറഞ്ഞതാ. നിന്റെ വീട്ടിൽ വന്ന് ഞാൻ പെണ്ണ് ചോദിച്ചാൽ ഈ അനാഥച്ചക്കന് നിന്റെ വീട്ടുകാർ നിന്നെ കെട്ടിച്ചു തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവളുടെ നീളൻ വിരലിൽ തൻ്റെ വിരലുകൾ ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചു. അവൾ അവനെ തന്നെ നോക്കി. നന്ദേട്ടൻ കാര്യമായിട്ടും പറഞ്ഞതാണോ? അത് കേട്ട് അവനൊന്ന് പതിയെ പുഞ്ചിരിച്ചു. ഈ കാര്യത്തിൽ ഞാൻ തമാശ പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നന്ദൻ ചോദിച്ചു. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഇപ്പോൾ ആണെങ്കിൽ എനിക്ക് നല്ലൊരു ജോലിയുണ്ട്. ഇനിയും ഒറ്റയ്ക്കുള്ള ഈ ജീവിതം മടുത്തടി. ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ തനിച്ച. 18 വയസ്സ് വരെ അനാഥാലയത്തിലായിരുന്നതുകൊണ്ട് ഒറ്റപ്പെടൽ എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്നെപ്പോലെ ആർക്കും വേണ്ടാത്ത ഒരുപാട് പേര് കൂട്ടിനുള്ളതുകൊണ്ടായിരിക്കും. അതിനുശേഷം ഒറ്റപ്പെടലിൻ്റെ വേദന എന്തെന്ന് ഞാൻ ശരിക്കും അറിഞ്ഞു. ഒറ്റയ്ക്കായിരുന്നു ഞാൻ. തനിച്ചായി പോയ ഒരു ജീവിതം.
രാവിലെ ജോലിക്ക് പോകും, രാത്രി തിരിച്ചു വരും, ഒറ്റയ്ക്ക് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കും, പിറ്റേന്നും ജോലിക്ക് പോകും, തിരിച്ചു വരും. ഇത് തന്നെയായിരുന്നു എൻ്റെ ജീവിതം. അതിനിടയിൽ എപ്പോഴോ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. അറിഞ്ഞോ അറിയാതെയോ ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടു പോയി. ഈ അനാഥച്ചക്കന് സ്വന്തമെന്ന് പറയാനും ചേർത്ത് പിടിക്കാനും ഇപ്പോൾ നീയുണ്ട്. പക്ഷേ അത് നമ്മൾക്കിടയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ലേ? 4 ആള് കൂടുന്നിടത്ത് ഞാൻ ഇപ്പോഴും തനിച്ച, ആരുമില്ലാത്തവൻ, ഒന്നുമില്ലാത്തവൻ. അത് പറഞ്ഞതും ലക്ഷ്മി അവൻ്റെ കൈകളിൽ അമർത്തിപ്പിടിച്ചു. എന്തിനാ എപ്പോഴും ഇങ്ങനെ ഇതുതന്നെ പറയുന്നേ? അത് പറയുമ്പോൾ അവളുടെ വാക്കുകൾ വിറച്ചിരുന്നു, കണ്ണുകൾ നിറഞ്ഞിരുന്നു. അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. അവൻ്റെ നെഞ്ചൊന്നു വേദനിച്ചാൽ നോവുന്നത് അവൾക്ക് കൂടിയാണ്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ്. ഇപ്പോൾ എനിക്കൊരു ഗവൺമെൻറ് ജോലിയുണ്ട്. പക്ഷേ നിന്നെപ്പോലെ സ്വന്തമെന്ന് പറയാൻ ഒരുപാട് പേരുള്ള, പേരുകേട്ട തറവാട്ടിലെ കുട്ടിക്ക് ആലോചിച്ചു വരുവാൻ അത് ഒന്നുമാവില്ലെന്ന് എനിക്കറിയാം. നല്ല ജോലിയുണ്ടെന്ന് പറഞ്ഞാലും അനാഥച്ചക്കൻ അനാഥച്ചക്കൻ തന്നെയാണ്. ആരെന്നറിയാത്തവൻ, സ്വന്തമെന്ന് പറഞ്ഞ് ഇതെൻ്റെ കൂടപ്പിറപ്പാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാൻ ആരുമില്ലാത്തവൻ. അങ്ങനെയുള്ള എനിക്ക് ഈ ജോലി എന്നത് ഒരു യോഗ്യതയേ അല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നന്ദേട്ടൻ എന്താ പറഞ്ഞു വരുന്നത്? ഞാനെല്ലാം മറക്കണമെന്നാണോ? നമ്മൾ പിരിയണമെന്നാണോ? അവൾ ചോദിച്ചു. നീ എന്താ ലച്ചു ഈ പറയുന്നേ? അങ്ങനെ ഞാൻ പറയുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നന്ദൻ ഒരു മറുചോദ്യം അവളോട് ചോദിച്ചു. പിന്നെ എന്താ നന്ദേട്ടൻ ഈ പറഞ്ഞു വരുന്നേ? ലക്ഷ്മി അത് ചോദിച്ചതും നന്ദൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. പിന്നെ നേർത്തൊരു നിശ്വാസത്തിന് ശേഷം അവളോട് ചോദിച്ചു. നാണം കെടുകയാണെങ്കിൽ നാണം കെടട്ടെ. ഞാൻ നിന്റെ വീട്ടിൽ വന്ന് നിന്നെ എനിക്ക് തന്നേക്കാവൂ എന്ന് ചോദിക്കട്ടെ? അവനത് ചോദിക്കുമ്പോൾ നന്ദൻ്റെ നനവൂറിയ കണ്ണുകളിലേക്കായിരുന്നു അവളുടെ നോട്ടം. വല്ലാത്തൊരു പ്രതീക്ഷ അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ. എന്നാൽ അതിൻ്റെയും അടിത്തട്ടിൽ അവൻ ഒളിപ്പിച്ചു വെച്ച വല്ലാത്തൊരു ഒറ്റപ്പെടലിൽ നിന്നുണ്ടായൊരു ദയനീയതയെ ആയിരുന്നു അവൾ കണ്ടത്. അതിൻ്റെ മുൻപിൽ അവൾക്കൊന്നും മറുത്തു പറയാൻ തോന്നിയില്ല. അവളൊരു പുഞ്ചിരിയോടെ അവനെ നോക്കി തലയാട്ടുമ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷേ അവരിതിന് സമ്മതിക്കില്ല. അവരെന്നല്ല, തറവാട്ടിലെ ആരും. അപ്പോ നമ്മൾ എന്തു ചെയ്യും? ഒരു നോവോടെ അത് ചോദിച്ചത് നന്ദനാണ്. അപ്പോൾ ദേ ഞാനിതാ എൻ്റെ നന്ദേട്ടൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുക്കെ പിടിക്കും. എന്നിട്ട് നമ്മൾ ദൂരെ എവിടേക്കേലും ഓടിപ്പോകും. അവൾ അത് പറയുമ്പോൾ നന്ദൻ അവളെ വിടർന്ന കണ്ണുകളോടെ നോക്കി. സത്യം? നീ എൻ്റെ കൂടെ വരുമോ? എന്നെ തനിച്ചാക്കാതെ എന്നും എൻ്റെ കൂടെ ഉണ്ടാവൂ? അവൻ പ്രതീക്ഷയോടെ അവളെ നോക്കി. നമ്മൾ ആരോടും പറയാതെ ഒരു രാത്രിയിൽ ഇറങ്ങിപ്പോവുകയല്ലല്ലോ. നാളെ തന്നെ നന്ദേട്ടൻ വീട്ടിലേക്ക് വാ. എന്നിട്ട് എല്ലാവരോടും കാര്യം പറയ്. നന്ദേട്ടന് നല്ലൊരു ജോലിയില്ലേ? പിന്നെ വേണ്ടാത്ത കൂട്ടുകെട്ടോ ശീലങ്ങളോ ഒന്നുമില്ല. പിന്നെ സ്വന്തമെന്ന് പറയാൻ ആരുമില്ല. അത് നന്ദേട്ടൻ്റെ തെറ്റല്ലല്ലോ. അതിൻ്റെ പേരിൽ ഇതിന് അവർ എതിര് നിന്ന നന്ദേട്ടൻ്റെ കൂടെ ഞാൻ ഇറങ്ങി വരും. അത് എവിടേക്കാണേലും. അവൾ അവൻ്റെ കയ്യിൽ പിടിമുറുക്കിക്കൊണ്ട് പറഞ്ഞു. നന്ദേട്ടന് എന്നോട് ഇഷ്ടമുണ്ടല്ലോ, എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ. എനിക്കതു മതി. നന്ദൻ്റെ തോളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൾ അത് പറയുമ്പോൾ സന്തോഷം കൊണ്ട് അവൻ്റെ ഇരു കണ്ണുകളും നിറഞ്ഞിരുന്നു. മോന് രസം വേണ്ടേ? ഭാസ്കരേട്ടൻ്റെ ചോദ്യമാണ് നന്ദനെ ഓർമ്മകളിൽ നിന്നും വിളിച്ചുണർത്തിയത്. ആ വേണം, നന്ദൻ പറഞ്ഞുകൊണ്ട് അയാൾക്ക് നേരെ കൈ കുമ്പിള് കുത്തി കാണിച്ചു. ആ രസം മെല്ലെ വായിലേക്ക് വെക്കുമ്പോൾ നഷ്ടപ്രണയത്തിൻ്റെ തീരാവേദനയിൽ അവൻ ഒന്നുകൂടി നനഞ്ഞു കുളിച്ചു. കൈ കഴുകി തിരികെ വരുമ്പോൾ കണ്ടു വിശ്രമമില്ലാതെ പണിയെടുക്കുന്നവളെ. പണ്ടത്തെ തൻ്റെ ലക്ഷ്മിയെ അല്ല അവളെന്ന് നന്ദന് തോന്നി. അന്നത്തെ ആ കുറുമ്പും കുസൃതിയുമെല്ലാം എവിടെ പോയി? അവനൊന്നുകൂടി അവളിലേക്ക് നോക്കി. ഇല്ല, ലക്ഷ്മിയെപ്പോലെ ഒരുവൾ. അവൻ അങ്ങനെയാണ് തോന്നിയത്. ആ നിഷ്കളങ്കതയ്ക്ക് മാത്രം ഒരു കുറവുമില്ല. എങ്കിലും വല്ലാതെ പക്വത വന്നതുപോലെ. അതിന് വർഷം 10 ആയിരിക്കുന്നു. ഒരാൾക്ക് മാറാൻ ഇത്രയും വർഷം തന്നെ അധികമാണ്. തൻ്റെ നേർക്ക് അവളുടെ ഒരു നോട്ടം പോലും വരുന്നില്ലെന്ന് അവൻ വേദനയോടെ ഓർത്തു. തന്നെ അവൾ കണ്ടെന്ന് ഉറപ്പാണ്. അത് അവളുടെ മുഖത്ത് നേരിട്ട് നോക്കിയില്ലെങ്കിലും തന്നിൽ തന്നെ തറഞ്ഞു നിൽക്കുന്ന അവളെ താൻ അറിയുന്നുണ്ടായിരുന്നു. ഒരു നിശ്വാസത്തോടെ അവൻ അവളിൽ നിന്നും തിരിഞ്ഞു നടന്നു. അവൻ നടന്നെന്ന് മനസ്സിലായപ്പോൾ അവൾ പതിയെ മുഖമുയർത്തി അവനെ നോക്കി. തന്നിൽ നിന്നും നടന്നകലുന്നവനെ അവൾ ഒരു നോവോടെയാണ് നോക്കിയത്. കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ട്. ഉള്ളിൽ നിന്നെന്തോ തൻ്റെ ഹൃദയത്തെ വരിഞ്ഞു മുറുക്കുന്നത് പോലെ. അവനോട് തനിക്ക് എന്താണ് തോന്നുന്നത്? ദേഷ്യമാണോ? അല്ല, ദേഷ്യമല്ല. തനിക്കൊരിക്കലും അവനോട് ദേഷ്യം തോന്നിയിട്ടില്ല. പക്ഷേ സങ്കടം തോന്നിയിട്ടുണ്ട്.
മറ്റൊരാൾക്കും അളന്നെടുക്കാൻ പറ്റാത്ത അത്രയും സങ്കടം. നന്ദനുമായുള്ള കല്യാണത്തിന് ആരും സമ്മതിച്ചില്ലെന്നു മാത്രമല്ല, അവനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചിട്ടുള്ള അനാഥച്ചക്കനെന്ന വാക്കുകൊണ്ട് അവനെ മുറിപ്പെടുത്തി അത്രമേൽ നാണം കെടുത്തി ആ വീട്ടുമുറ്റത്തു നിന്നും ആട്ടിയിറക്കി വിട്ടു. തൻ്റെ വീട്ടുകാരുടെ ഓരോ വാക്കിനു മുൻപിൽ നെഞ്ചു പിളരുന്ന വേദനയോടെ മറുത്തു ഒന്നും പറയാനാവാതെ നിന്ന നന്ദനെ കണ്ടു നിൽക്കാൻ അവൾക്കാകുമായിരുന്നില്ല. അന്ന് ആ നിമിഷം സകല ബന്ധങ്ങളും സകല സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് നന്ദൻ്റെ കൂടെ ഇറങ്ങിച്ചെല്ലാൻ അവൾ തയ്യാറായതാണ്. എന്നാൽ ആളും പരിവാരങ്ങളുമുള്ള വലിയ തറവാട്ടുകാർക്ക് അവളെന്ന പെണ്ണിനെ അവനിൽ നിന്നും അടർത്തി മാറ്റി ഒരു മുറിയിൽ കൊണ്ടുപോയി പൂട്ടിയിടുവാൻ നിഷ്പ്രയാസം സാധിച്ചിരുന്നു. തന്നെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ നിറഞ്ഞ കണ്ണുകൾക്കിടയിലൂടെയും താൻ കണ്ടിരുന്നു തൻ്റെ ആങ്ങളമാർ ചവിട്ടിക്കൂട്ടുന്ന നന്ദേട്ടനെ. തന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ അന്ന് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നന്ദൻ്റെ മുഖം. അതാണ് നന്ദനെക്കുറിച്ചുള്ള തൻ്റെ കണ്ണിലെ അവസാന ചിത്രം. അച്ഛനും അമ്മാവന്മാരും തന്നെ തല്ലി അവശയാക്കി മുറിയുടെ ഒരു മൂലയ്ക്കിടുമ്പോൾ അതിൽ തൻ്റെ അമ്മയുടെ കൈകളും ഉണ്ടായിരുന്നു എന്നത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. എന്നാൽ അതിനേക്കാളേറെ സങ്കടം നന്ദനെക്കുറിച്ച് ഓർക്കുമ്പോഴായിരുന്നു. നന്നായി ദേഹം മുറിഞ്ഞിട്ടുണ്ട്, ചവിട്ടേറ്റ് ദേഹം ചതഞ്ഞിട്ടുണ്ട്. ആ വേദന നന്ദൻ എങ്ങനെ സഹിക്കും? നീറുന്ന മുറിവിൽ മരുന്ന് പുരട്ടാൻ ഡോക്ടേഴ്സ് ഉണ്ടാകും. എന്നാൽ ഏത് മുറിവിനെയും വേഗത്തിൽ കരിച്ചു കളയുന്ന സ്നേഹം പുരട്ടുവാൻ അവന് ആരാണുള്ളത്? ലക്ഷ്മിക്ക് അവൻ്റെ അരികിലേക്ക് ഓടിച്ചെല്ലണമെന്ന് തോന്നി. അവൻ്റെ മുറിവിൽ സ്നേഹത്തോടെ തടവി വേഗം മാറുമെന്ന് പറയാൻ തോന്നി. തന്നെ സ്നേഹിച്ചതിനു പകരമായി കിട്ടിയ മുറിവിൽ നിറഞ്ഞ കണ്ണുകളോടെ ചുണ്ടു ചേർക്കണമെന്ന് തോന്നി. ഏറ്റവും ഒടുവിൽ അവൻ്റെ നെഞ്ചോട് ചേർന്ന് നിന്ന് അവനെ ഇറുക്കെ പുണർന്ന് സങ്കടം തീരുന്നതുവരെ പൊട്ടിക്കരയണമെന്ന് തോന്നി. അവൾക്ക് സങ്കടം കൊണ്ട് നെഞ്ച് വിങ്ങിപ്പൊട്ടുന്നതുപോലെ തോന്നി. ശ്വാസം കിട്ടാതെ ഇപ്പോൾ ചത്തുപോകുമെന്ന് തോന്നി. നന്ദനൊരു സഹായത്തിന് ആരെങ്കിലും ഉണ്ടാവുമോ? കൂട്ടുകാരാരെങ്കിലും വിവരമറിഞ്ഞിട്ടുണ്ടാവുമോ? അവളുടെ ചിന്തകളത്രയും അവനെക്കുറിച്ചായിരുന്നു. അവളുടെ വേവലാതികൾ അത്രയും നന്ദനെ ഓർത്തായിരുന്നു. ചുവന്ന കാവി പാകിയ വെറും നിലത്ത് കവിൾ ചേർത്ത് കിടക്കുമ്പോൾ അവളുടെ കണ്ണുനീരിൽ ആ നിലം കുതിർന്നിരുന്നു. അടികിട്ടി പൊട്ടിയ ചുണ്ടിൽ നിന്നും ഒലിച്ചിറങ്ങിയ ചോര ആ നിലത്തേക്ക് കൂടി പറ്റിപ്പിടിച്ചിരുന്നു. എന്നിൽ ഒരല്പം ശ്വാസം ബാക്കിയുണ്ടെങ്കിൽ നീ എന്നെ വേണ്ടെന്ന് പൂർണ്ണ മനസ്സോടെ പറയുന്നതുവരെ നിന്നെ ഞാൻ മറ്റൊരുത്തനും വിട്ടുകൊടുക്കില്ല. അതെൻ്റെ ലച്ചുവിന് നിന്റെ നന്ദേട്ടൻ തരുന്ന വാക്കാ. അപ്പോഴും അവളുടെ കാതിൽ തൻ്റെ പ്രാണനായവൻ്റെ വാക്കുകൾ അലതല്ലി. പിന്നീട് പലതവണ വീട്ടിൽ നിന്നും ആരും കാണാതെ ഇറങ്ങിപ്പോരാൻ നോക്കിയെങ്കിലും അതിനും സാധിച്ചില്ല. എപ്പോഴും ആരെങ്കിലുമൊക്കെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. നന്ദനെക്കുറിച്ചാണെങ്കിൽ യാതൊരു വിവരവുമില്ല. അന്ന് ആ സംഭവത്തിന് ശേഷം കൃത്യം 2-ാം ദിവസം തൻ്റെ വിവാഹം ഉറപ്പിച്ചതാണ്. അതെങ്കിലും ഒന്ന് നന്ദനെ അറിയിക്കാൻ പറ്റിയെങ്കിൽ. ഇനി നന്ദൻ അറിഞ്ഞു കാണുമോ? അവൾക്കാകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. അപ്പോഴും തന്നെ തേടി നന്ദൻ വരുമെന്ന പ്രതീക്ഷയിലും വിശ്വാസത്തിലും അവൾ ചെറിയൊരു സമാധാനം കണ്ടെത്തി. കല്യാണ ദിവസം അടുത്തെത്തിയിട്ടും നന്ദനെക്കുറിച്ച് ഒരറിവുമില്ല. ഇനി എന്തെങ്കിലും അപകടം? തൻ്റെ വീട്ടുകാർ അവനെ എന്തെങ്കിലും ചെയ്തു കാണുമോ? അവൾക്ക് ശ്വാസമൊന്ന് വിലങ്ങി. പക്ഷേ ആ വേദനയെ എടുത്തു മാറ്റിക്കൊണ്ടായിരുന്നു തൻ്റെ കൂട്ടുകാരി രശ്മി ഒരു ദിവസം കയറി വന്നത്. അവളുടെ ഫോണിൽ നിന്നും നന്ദൻ്റെ നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർക്കുമ്പോൾ ഹൃദയം വിലങ്ങുന്നുണ്ടായിരുന്നു. മറുപുറത്തു നിന്നും അവൻ്റെ ശബ്ദം കേട്ടതും അവൾക്ക് നെഞ്ച് പറഞ്ഞു പോകുമെന്ന് പോലും തോന്നിപ്പോയി. നന്ദേട്ടാ. മുള ചീന്തും പോലെ ഒരു കരച്ചിലോടെ അവളുടെ സ്വരം കാതിൽ വന്ന് പതിച്ചതും നന്ദനൊന്ന് കണ്ണുകൾ ഇറുക്കെ ചിമ്മി. പുറത്താരും കേൾക്കാതിരിക്കാൻ അവൾ വാ പൊത്തിപ്പിടിച്ചു. എന്താടാ പൊന്നേ? അവൻ്റെ സ്വരം വീണ്ടും കാതിൽ വന്നു വീണു. ഓടിച്ചെന്നവൾക്ക് ആ നെഞ്ചിലേക്ക് വീഴാൻ തോന്നി. നന്ദേട്ടാ, നന്ദേട്ടന് ഒരുപാട് വേദനിച്ചോ? അവൾ അതാണ് ചോദിച്ചത്. ഇല്ലടാ, അതൊക്കെ കഴിഞ്ഞില്ലേ? അവൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾക്ക് ആശ്വസിക്കാൻ അതൊന്നും പോരായിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട്? വേറെ കുഴപ്പമൊന്നുമില്ലാലോ? എനിക്ക് നന്ദേട്ടനെ കാണണം, ഇപ്പോൾ തന്നെ കാണണം, അവളൊരു നേരത്തെ കരച്ചിലോടെ തന്നെ പറഞ്ഞു. അയ്യേ, നന്ദൻ്റെ കുട്ടി ഇങ്ങനെ കരയാണോ? ഇപ്പോൾ കാണണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നന്ദേട്ടൻ വേഗം വരാട്ടോ, നന്ദൻ പറഞ്ഞു. ഇല്ല നന്ദേട്ട, എനിക്കിപ്പോൾ കാണണം. ഇത്ര ദിവസം നന്ദേട്ടനെ പറ്റി ഒരു വിവരവുമില്ലാതെ ഞാൻ എന്തുമാത്രം പേടിച്ചെന്ന് അറിയോ? എന്നും ജനാലയ്ക്കരികിൽ വന്നു നിൽക്കും, നന്ദേട്ടൻ വരുന്നുണ്ടോ എന്നും നോക്കി. നന്ദേട്ടൻ എന്താ വരാഞ്ഞേ? അവളൊരു കരച്ചിലോടെ അവനോട് ചോദിച്ചു. അത് കേൾക്കെ നന്ദന് ഹൃദയം വിലങ്ങുന്നത് പോലെ തോന്നി. നിന്നെ അവർ ഒരുപാട് ഉപദ്രവിച്ചോ? നന്ദൻ ചോദിച്ചു.
എല്ലാരും തല്ലി. പക്ഷേ അപ്പോഴൊന്നും എനിക്ക് വേദനിച്ചില്ല. എന്നാൽ അമ്മ തല്ലിയപ്പോ. അവൾ പാതിയിൽ വെച്ച് നിർത്തി. നന്ദന്റെ നെഞ്ചിൽ ചോര പൊടിഞ്ഞു. അമ്മയും നിന്നെ തല്ലിയോ? അവനൊരു വല്ലായ്മയോടെ ചോദിച്ചു. അവളൊന്ന് മൂളിയതേ ഉള്ളൂ. കുഞ്ഞേ. അവന്റെ ആ വിളിയിൽ അവളുടെ സങ്കടം വീണ്ടും കൂടി. ഒത്തിരി വേദനിച്ചോ എൻ്റെ പൊന്നിന്? ചോദിക്കുമ്പോൾ അവന്റെ ചുണ്ടിൽ കണ്ണുനീരിന്റെ ഉപ്പുരസം പടർന്നിരുന്നു. അത് സാരമില്ല നന്ദേട്ടാ. നന്ദേട്ടൻ അറിഞ്ഞോ? എൻ്റെ കല്യാണമാണ്. ഇതൊന്നും നന്ദേട്ടനോട് പറയാൻ പറ്റാതെ ഞാൻ എന്തുമാത്രം ടെൻഷൻ അടിച്ചെന്ന് അറിയോ? ചോദിക്കുമ്പോൾ അവളിൽ പരിഭവം കൂടി കലർന്നിരുന്നു. ഞാൻ അറിഞ്ഞു. കല്യാണത്തിരക്കാവാൻ കാത്തു നിന്നതായിരുന്നു ഞാൻ. അല്ലാതെ രശ്മിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ലാലോ. അതോർത്ത് നീ ടെൻഷൻ ആവണ്ട. ഞാനല്ലാതെ ആരും നിന്നെ കെട്ടാൻ പോണില്ല. അവനത് പറഞ്ഞതും അവൾ കണ്ണുകൾ അമർത്തി തുടച്ചു. നന്ദേട്ടൻ എന്നെ ഒന്ന് ഇവിടുന്ന് കൊണ്ടുപോയാൽ മതി. എവിടേക്കാണേലും ഞാൻ വരാം. ഒന്ന് വേഗം വരുവോ? അവൾ പറഞ്ഞു. മറ്റന്നാളല്ലേ കല്യാണം. നാളത്തേക്ക് വെക്കേണ്ട. ഞാൻ ഇന്ന് തന്നെ വരാം. രാത്രിയിൽ ഒരുങ്ങി നിന്നാൽ മതി. പിന്നെ വരുമ്പോൾ അവരുടേതായിട്ടുള്ള പൊന്നിൻ്റെ ഒരു തരി പോലും വേണ്ട. വേഗം വരണേ നന്ദേട്ടാ. ആണ്ടാ പൊന്നെ. നീ ധൈര്യമായിട്ടിരിക്കി. നന്ദേട്ടൻ വേഗം അങ്ങ് വന്നേക്കാം. ആരോ വന്നിട്ടുണ്ട് നന്ദേട്ടാ. ഞാൻ വെക്കുകയാണേ. പുറത്ത് ആരുടെയോ ശബ്ദം കേട്ടതും നന്ദന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ലക്ഷ്മി ഫോൺ വെച്ചു. മറുഭാഗത്ത് കൈയിലും കാലിലും മുറിവുകളായി കിടക്കുന്നവന്റെ നെഞ്ചിൽ അപ്പോൾ തൻ്റെ പെണ്ണിനെക്കുറിച്ചുള്ള വേദനയായിരുന്നു. അന്ന് രാത്രി പുലരുവോളം അവൾ ആ ജനലിനോരം അവനെയും കാത്തുനിന്നു. അന്നവൻ വന്നില്ലെന്ന് മാത്രമല്ല, പിറ്റേന്ന് രാത്രിയിലും അവൻ വന്നില്ല. അവൾക്ക് വല്ലാത്ത സങ്കടം വന്നു. ആരും കാണാതെ അവൾ തല തല്ലിക്കരഞ്ഞു. തൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് തൊട്ടു മുൻപെങ്കിലും അവൻ വരുമെന്ന് അവൾ വിശ്വസിച്ചു. മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല. പക്ഷേ തനിക്കായി അവൻ ഓടി വരുമ്പോൾ തൻ്റെ ജീവനില്ലാത്ത ശരീരം അവൻ കാണരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. കാരണം താൻ കൂടി ഈ ഭൂമിയിൽ നിന്നും പോയാലാണ് അവൻ ശരിക്കും അനാഥനാവുന്നത്. ഒരുമിച്ച് ജീവിക്കാനുള്ള അതിയായ ആഗ്രഹം അവളെ മരണത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു. താലി കെട്ടാൻ പോകുമ്പോഴും അവളുടെ നോട്ടം പുറത്തേക്കായിരുന്നു. തന്നെ കൊണ്ടുപോകാൻ വരുന്ന അവനെയും കാത്ത്. മറ്റൊരുവന്റെ കൈച്ചൂട് കഴുത്തിൽ പതിഞ്ഞതും കാണുന്നത് തൻ്റെ കഴുത്തിൽ കിടക്കുന്ന ആലിലത്താലിയാണ്. എന്നിലൊരൽപ്പം ശ്വാസം ബാക്കിയുണ്ടെങ്കിൽ നീ എന്നെ വേണ്ടെന്ന് പൂർണ്ണ മനസ്സോടെ പറയുന്നത് വരെ നിന്നെ ഞാൻ മറ്റൊരുത്തനും വിട്ടുകൊടുക്കില്ല. അതെൻ്റെ ലച്ചുവിന് നിന്റെ നന്ദേട്ടൻ തരുന്ന വാക്കാ. കാതിൽ അവൻ്റെ ശബ്ദം അലയടിച്ചതും അവളുടെ കണ്ണുകളിൽ ഇരുട്ട് കയറി. വലിയൊരു ശബ്ദത്തോടെ അവൾ പുറകിലേക്ക് മലർന്നടിച്ചു വീണു. അയ്യോ പോവല്ലേ എന്നും പറഞ്ഞുകൊണ്ടാണ് ഉണ്ണിക്കുട്ടൻ കടയ്ക്ക് പുറത്തിറങ്ങി നിൽക്കുന്നവരുടെ അടുത്തേക്ക് ചെന്നത്. എന്താടാ ഉണ്ണിക്കുട്ടാ? അഖിൽ ചോദിച്ചു. നന്ദൻ അവനെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. ഞാനൊരു കൂട്ടം തരാമെന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് എന്നെ കാണാതെ പോവാണോ? ഉണ്ണിക്കുട്ടൻ അത് ചോദിച്ചതും നിതിൻ അവനെ പൊക്കിയെടുത്തു. ഇല്ലടാ പൊന്നെ. ഉണ്ണിക്കുട്ടനെ കാണാതെ ഞങ്ങൾ പോവോ? പറ, എന്താ സംഭവം? കാണിച്ചേ. നിതിൻ പറഞ്ഞതും അവൻ തൻ്റെ കുഞ്ഞിക്കൈ അവർക്ക് നേരെ നീട്ടിപ്പിടിച്ചു. അതൊരു കടലാസ് പൊതിയായിരുന്നു. അഖിൽ അത് വാങ്ങി വേഗത്തിൽ തുറന്നു നോക്കി. ചതുരനെല്ലിക്കയായിരുന്നു അതിൽ നിറയെ. നിതിൻ അവൻ്റെ കവിളിലൊന്ന് അമർത്തി മുത്തി. നന്ദേട്ടനും കൊടുക്കണേ. ഉണ്ണിക്കുട്ടൻ നന്ദനെ നോക്കി പറഞ്ഞു. നന്ദൻ ഒരു പുഞ്ചിരിയോടെ അവനെ തന്നെ നോക്കി നിന്നു. അവർ 4 പേരും അതിൽ നിന്ന് ഓരോന്നെടുത്ത് വായിലിട്ടു. ശേഷം ഉണ്ണിക്കുട്ടനെ നോക്കി സൂപ്പർ എന്ന് കൈ കാണിച്ചു. അത് കണ്ടതും ഉണ്ണിക്കുട്ടന് വല്ലാത്ത സന്തോഷം തോന്നി. പിന്നെ കാണാമേ. അവൻ അതും പറഞ്ഞുകൊണ്ട് അകത്തേക്കോടി. അവൻ പോകുന്നതും നോക്കി അവരൊന്ന് ചിരിച്ചു. നെല്ലിക്കയുടെ കൊതിപ്പിക്കുന്ന പുളിരസത്തോടൊപ്പം ഉണ്ണിക്കുട്ടൻ്റെ സ്നേഹത്തിൻ്റെ മധുരം കൂടി അതിൽ നിറഞ്ഞു നിൽപ്പുണ്ടെന്ന് അവർക്ക് തോന്നി. തനിക്ക് പിറക്കാതെ പോയ തൻ്റെ ലക്ഷ്മിയുടെ കുഞ്ഞ്. നന്ദൻ്റെ നെഞ്ചിൽ വീണ്ടും ചോര പൊടിഞ്ഞു. 2 ദിവസമേ ആയിട്ടുള്ളൂ നന്ദൻ അവിടേക്ക് സ്ഥലമാറ്റം കിട്ടി വന്നിട്ട്. 4 പേരും തൊട്ടടുത്ത പഞ്ചായത്തിലാണ് ജോലി ചെയ്യുന്നത്. ലക്ഷ്മിയുടെ വീട്ടിൽ നിന്നും നടക്കാവുന്ന ദൂരമേയുള്ളൂ ഓഫീസിലേക്ക്. 2 ദിവസം ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച നന്ദനെ അവരാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. വരുമ്പോഴേ നന്ദന് അറിയാമായിരുന്നു താൻ ചെല്ലുന്നത് എവിടേക്കാണെന്ന്, ആരുടെ അടുത്തേക്കാണെന്ന്. അന്ന് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് പണിയെല്ലാം ഒതുക്കി അവൾ ഉമ്മറത്ത് വന്നിരുന്നു. നേരം സന്ധ്യ മയങ്ങിയിട്ടുണ്ട്. പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ലക്ഷ്മിയെ കണ്ടുകൊണ്ടാണ് യശോദാമ്മ ഉമ്മറത്തേക്ക് വന്നത്. അവരവളെ ഒന്ന് നോക്കി. പുറത്തേക്ക് നോക്കിയാണ് ഇരിക്കുന്നതെങ്കിലും അവളുടെ മനസ്സ് ഇവിടെയൊന്നുമല്ലെന്ന് അവർക്ക് തോന്നി. അവരവളുടെ അരികിലെ കസേരയിൽ വന്നിരുന്നു കൊണ്ട് പുറത്തേക്ക് നോക്കി. ആകാശത്ത് സൂര്യൻ തൻ്റെ വർണ്ണങ്ങൾ വാരി വിതറിയിട്ടുണ്ട്. കിളികളെല്ലാം കൂടണയാൻ പോകുന്നു.
അങ്ങനെ ജീവിതത്തിലെ ഒരു ദിവസം കൂടി കടന്നുപോയി. താൻ അരികിൽ വന്നിരുന്നതൊന്നും അറിയാതെ ഇരിക്കുന്ന ലക്ഷ്മിയെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് അവരെഴുന്നേറ്റ് അകത്തേക്ക് നടന്നു. വാതിൽക്കൽ ചെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴും അവൾ ഏതോ ലോകത്ത് തന്നെയാണ്. അവരിൽ നിന്നൊരു നെടുവീർപ്പുതിർന്നു വീണു. പിറ്റേന്ന് ഞായറാഴ്ച കട അവധിയാണ്. അതുകൊണ്ട് തന്നെ പച്ചക്കറി കഷ്ണങ്ങൾ നുറുക്കാനൊന്നുമില്ല. രാത്രിയായതും അവൾ ഉണ്ണിക്കുട്ടന്റെ പുസ്തകവും എടുത്ത് അവനരികിൽ ചെന്നിരുന്നു. അവർക്കരികിൽ യശോദാമ്മയും ഇരിപ്പുണ്ട്. ഉണ്ണിക്കുട്ടനെ പഠിപ്പിക്കുന്നത് നോക്കി അവരിരുന്നു. രാത്രി അത്താഴത്തിനിരിക്കുമ്പോഴും ലക്ഷ്മി പതിവില്ലാതെ വല്ലാതെ നിശബ്ദയാണെന്ന് അവർ മനസ്സിലാക്കി. പക്ഷേ അവളുടെ കടമകളൊന്നും അവൾ മറന്നിട്ടുമില്ല. അന്നും യശോദാമ്മയുടെ കാലിൽ മരുന്ന് പുരട്ടിയ ശേഷമാണ് അവൾ കിടന്നത്. ഉണ്ണിക്കുട്ടനെ ചേർത്തു പിടിച്ചു കിടക്കുന്ന അവളുടെ കണ്ണുകളിൽ ഉറക്കം വന്നതേയില്ലായിരുന്നു. ഒരു നിശ്വാസത്തോടെ ഉറങ്ങാതെ കിടക്കുന്നവളെ യശോദാമ്മയും അറിയുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഉറക്കം ഞെട്ടിയ യശോദാമ്മ കാണുന്നത് ജനലിനോരം ചെന്ന് നിന്ന് കണ്ണുനീർ വാർക്കുന്നവളെയാണ്. അത് കണ്ടതും അവരുടെ കണ്ണുകളൊന്ന് ചുരുങ്ങി. പിറ്റേന്നും ലക്ഷ്മി അതേപോലെയായിരുന്നു. ജോലികൾക്കിടയിൽ പോലും പെട്ടെന്ന് പെട്ടെന്ന് ചിന്തകൾ മാറിപ്പോവുന്ന അവളെ യശോദാമ്മയുടെ കണ്ണുകൾ സദാ പിന്തുടർന്നുകൊണ്ടിരുന്നു. അവൾക്കെന്തോ വലിയ സങ്കടമുണ്ടെന്ന് അവർക്ക് തോന്നി. തിങ്കളാഴ്ച ഉണ്ണിക്കുട്ടന് സ്കൂളുണ്ടായിരുന്നു. രാവിലത്തെ പണിയെല്ലാം തീർത്ത് പതിവ് സമയത്ത് തന്നെ ഉണ്ണിക്കുട്ടനെ പറഞ്ഞയച്ചു. വീടിന്റെ അടുത്ത് നിന്നെല്ലാം കുട്ടികളുണ്ട്. അവരുടെ കൂടെ അവനങ്ങ് പൊയ്ക്കോളും. 4-ാം ക്ലാസ് വരെ രാവിലെയും വൈകിട്ടും ലക്ഷ്മിയുടെ കൂട്ടുണ്ടായിരുന്നു അവന്. എന്നത്തെയും പോലെ ഉച്ചയ്ക്ക് 12:15 ഊണെല്ലാം തയ്യാറായിരുന്നു. പക്ഷേ അവൾക്കാകെ വല്ലായ്മ പോലെ. അല്പം വെള്ളം കുടിച്ച് ദാഹം ശമിപ്പിക്കുമ്പോഴും ഉള്ളിലെ വല്ലായ്മ അതേപോലെ തന്നെ നിന്നു. ഓടി നടന്ന് ഊണ് വിളമ്പുമ്പോഴും അവളുടെ കണ്ണുകൾ ആരെയോ തിരയാതെ തിരയുന്നുണ്ടായിരുന്നു. നിതിനും അഖിലും അമലും ഓരോരുത്തരായി വന്ന് കഴിച്ചിട്ട് പോയി. സമയം പിന്നെയും മുൻപോട്ട് പോയി. പക്ഷേ നന്ദൻ മാത്രം ഇതുവരെയും വന്നിട്ടില്ല. അവളുടെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്ക് നീളുന്നത് യശോദാമ്മ കാണുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുകളും അവളെപ്പോലെ തന്നെ പുറത്തേക്ക് നീണ്ടുകൊണ്ടിരുന്നു. ഇന്ന് നേരം വൈകിയോ? അകത്തേക്ക് കയറി വരുന്ന നന്ദനെ കണ്ടതും യശോദാമ്മ ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു. അവരുടെ പുഞ്ചിരിക്ക് മുൻപിൽ അവന് പുഞ്ചിരിക്കാതിരിക്കാൻ ആവുമായിരുന്നില്ല. ആ, കുറച്ചു വൈകി, അവനൊരു നേർത്ത ചിരിയോടെ പറഞ്ഞു. ലക്ഷ്മി, ദേ ഈ മോന് വിളമ്പിക്കൊടുക്ക്. യശോദാമ്മ പറഞ്ഞതും ലക്ഷ്മി ആരാണെന്നറിയാൻ ഒന്നെത്തി നോക്കി. നന്ദനെ കണ്ടതും അവൾക്ക് ആകെ വല്ലായ്മ തോന്നി. അവൾ ഭാസ്കരേട്ടനെ നോക്കി. ഭാസ്കരേട്ടൻ തിരക്കിലാണ്, അതുകൊണ്ട് താൻ പോയേ പറ്റൂ. അവൾ ഉള്ളിലെ വല്ലായ്മ പുറത്ത് കാണിക്കാതെ അവനരികിൽ ചെന്ന് ഊണ് വിളമ്പി. ആ സമയങ്ങളിൽ അത്രയും അവർ രണ്ടുപേരും പരസ്പരം നോക്കുന്നേയില്ലായിരുന്നു. എന്നാൽ അവൻ നോക്കാത്ത സമയം അവൾ അവനെയും, അവൾ നോക്കാത്ത സമയം അവൻ അവളെയും നോക്കിക്കൊണ്ടിരുന്നു. നോട്ടങ്ങൾ തമ്മിലുടക്കാതെ പരസ്പരം നോക്കുന്ന അവരിൽ യശോദാമ്മയുടെ നോട്ടം ചെന്നെത്തുന്നുണ്ടെന്ന് അവർ ഇരുവരും അറിഞ്ഞില്ലെന്ന് മാത്രം. പഞ്ചായത്തിലാണല്ലേ ജോലി? ഊണിന്റെ പൈസ കൊടുക്കുമ്പോഴാണ് യശോദാമ്മ നന്ദനോട് അത് ചോദിച്ചത്. അതെ, അവനൊരു നേർത്ത പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു. നാടെവിടെയാ? യശോദാമ്മ വീണ്ടും ചോദിച്ചു. നാടങ്ങ് ഒറ്റപ്പാലം. ആ, വീട്ടിൽ ആരൊക്കെയുണ്ട്? അടുത്തതായി വന്ന ചോദ്യത്തിൽ നന്ദൻ ഒന്ന് പതറി. എന്തു പറയും താൻ? നേരം വൈകി, ചെല്ലട്ടെ. അവനൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അതും പറഞ്ഞ് വേഗത്തിൽ അവിടെ നിന്നിറങ്ങി. ഊണ് വിളമ്പിക്കൊണ്ടിരുന്ന ലക്ഷ്മി വ്യക്തമായി തന്നെ അത് കേട്ടിരുന്നു. വീണ്ടും ഹൃദയത്തിലൊരു നീറ്റൽ. ബാക്കി പൈസ പോലും വാങ്ങാതെ പോയവനെ കണ്ട് യശോദാമ്മയ്ക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ലെങ്കിലും എവിടെയോ എന്തോ തകരാറ് പോലെ. ഓർമ്മകളെ അവരൊരു 10 വർഷം പിന്നിലേക്ക് ഓടിച്ചു വിട്ടു. അവസാനം എല്ലാം കൂട്ടി വായിക്കുമ്പോൾ അവർക്ക് ചിലതെല്ലാം മനസ്സിലാകുന്നുണ്ടായിരുന്നു. അന്ന് തനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞ് കരഞ്ഞ ഒരു ഒറ്റപ്പാലംകാരിയെ അവർക്ക് ഓർമ്മ വന്നു. ഈ മോനും ഒറ്റപ്പാലം തന്നെ. ദൈവമേ, അപ്പോൾ അവനാണോ ഈ മോൻ? ആ മോന് ആരുമില്ലെന്ന് അവൾ അന്ന് പറഞ്ഞൊരു ഓർമ്മയുണ്ട്. ഇന്ന് വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഈ മോൻ്റെ മുഖവും ആകെ വല്ലാതെയായി. അപ്പോൾ അത് തന്നെ കാര്യം. ഓടി നടന്ന് ജോലിയെടുക്കുന്ന ലക്ഷ്മിയെ അവരൊരു നോവോടെ നോക്കി. അന്ന് രാത്രിയും ലക്ഷ്മി ഉറങ്ങാൻ വൈകിയിരുന്നു. അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന യശോദാമ്മയ്ക്ക് നെഞ്ചിൽ വല്ലാത്തൊരു നീറ്റൽ തോന്നി. പിറ്റേന്നും ഇത് തന്നെയായിരുന്നു അവസ്ഥ. തമ്മിൽ തമ്മിൽ കാണാതെ കാണുന്ന അവരുടെ കളി നോക്കിക്കൊണ്ട് യശോദാമ്മ ഇരുന്നു. പൈസ വേണ്ട, ഇന്നലെ മോൻ ബാക്കി വാങ്ങിയില്ലല്ലോ. ഇതാ ഇന്നത്തെ പൈസയും എടുത്തിട്ട് ബാക്കി. യശോദാമ്മ ഒരു ചിരിയോടെ അതും പറഞ്ഞ് അവൻ്റെ നേരെ പൈസ നീട്ടി. അവൻ അതിനൊന്ന് പുഞ്ചിരിച്ചെങ്കിലും അവരുടെ മുഖത്ത് നോക്കാൻ അവന് വല്ലാത്ത പ്രയാസം തോന്നി.
അവൻ അകത്തേക്ക് വരുമ്പോഴും യശോദാമ്മ അവനെ നോക്കി മനോഹരമായൊന്ന് പുഞ്ചിരിച്ചിരുന്നു. മോനൊന്ന് നിന്നേ. അവൻ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴാണ് അവരവനെ വിളിച്ചത്. ഇന്നലെ അമ്മ ചോദിച്ചത് മോൻ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നി. അമ്മയൊന്നും വിചാരിച്ചല്ല, മോനതങ്ങ് മറന്നേക്ക് കേട്ടോ. അവരൊരു നേർത്ത പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു. അമ്മ. ആ വാക്കിൽ അവൻ്റെ കാതും മനസ്സും തറഞ്ഞു നിന്നു. അമ്മയെന്ന് വിളിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും വിളി കേൾക്കാൻ ആരുമില്ലാത്ത, അതിനേക്കാളുപരി അതാരാണെന്ന് പോലും അറിയാത്ത ഒരു മകൻ്റെ വേദന. അത് ആവോളം അറിഞ്ഞതുകൊണ്ടാകണം ആ വാക്കിൽ നിന്നും തിരികെ പോരാൻ അവൻ്റെ മനസ്സിന് ആവാതിരുന്നത്. അമ്മ പറഞ്ഞത് മോൻ കേൾക്കുന്നില്ലേ? തന്നെ തന്നെ നോക്കി നിൽക്കുന്ന നന്ദനെ കണ്ട് അവർ ചോദിച്ചു. വീണ്ടും അമ്മ എന്ന വാക്ക്. അവൻ അവരെ തന്നെ ഒന്ന് നോക്കി. സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാത്ത അനാഥ ചെക്കന് വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന ചോദ്യത്തിന് എന്തു പറയണമെന്ന് അറിഞ്ഞില്ല. അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. എൻ്റെ പ്രവൃത്തിയിൽ അമ്മയ്ക്ക് എന്തെങ്കിലും വിഷമം വന്നെങ്കിൽ അത് മറന്നേക്കൂ, മാപ്പാക്കണം. അവൻ അത് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങിപ്പോരുമ്പോൾ അവൻ്റെ ചുണ്ടിലും യശോദാമ്മയുടെ ചുണ്ടിലും നേർത്തൊരു പുഞ്ചിരി പറ്റിപ്പിടിച്ചു നിൽപ്പുണ്ടായിരുന്നു. അവൻ്റെ നാവിൽ നിന്നും കേട്ട അമ്മ എന്ന വാക്കിൽ മനം നിറഞ്ഞു പോയിരുന്നു യശോദാമ്മയ്ക്കപ്പോൾ. ഇവിടെ വരുന്ന പലരും തന്നെ അമ്മ എന്ന് വിളിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ വിളിക്കാൻ പോലും ആരുമില്ലാത്ത ഒരു മോൻ്റെ നാവിൽ നിന്നും അത് കേട്ടപ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നി. 2 ദിവസം വീണ്ടും മുൻപോട്ട് പോയി. അതിനിടയിൽ യശോദാമ്മയും നന്ദനും തമ്മിൽ വല്ലാത്തൊരു ആത്മബന്ധം ഉടലെടുത്തിരുന്നു. അല്ലെങ്കിലും യശോദാമ്മയുടെ കറകളഞ്ഞ സ്നേഹത്തിന് മുൻപിൽ ആരാണ് മുട്ടുകുത്താത്തത്? ഉണ്ണിക്കുട്ടന് കൊടുത്തേക്കൂ എന്നും പറഞ്ഞ് സ്വീറ്റ്സും ചോക്ലേറ്റ്സും നന്ദൻ അവരെ ഏൽപ്പിക്കുമായിരുന്നു. അപ്പോഴൊക്കെയും ഒരച്ഛൻ്റെ സ്നേഹം കൊണ്ട് ഹൃദയം നിറഞ്ഞു കവിയുന്നത് അവൻ അറിഞ്ഞിരുന്നു. ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ ഇപ്പോൾ ഇവരുടെ കൂടെയില്ലെന്ന് അന്ന് ലക്ഷ്മിയും മോനും സംസാരിക്കുന്നതിൽ നിന്നും മനസ്സിലായിരുന്നു. എന്നാൽ ശരിക്കും ലക്ഷ്മിയുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മാത്രം ഇപ്പോഴും അറിയില്ല. ലക്ഷ്മി. സാധനങ്ങൾ വാങ്ങി വരുമ്പോഴാണ് പുറകിൽ നിന്നും ആ വിളി കേട്ടത്. തിരിഞ്ഞു നോക്കാതെ തന്നെ അതാരാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. കാലുകൾ നിശ്ചലമായെങ്കിലും അവൾ തിരിഞ്ഞു നോക്കിയില്ല. അല്ലെങ്കിലും അവൾക്ക് തിരിഞ്ഞു നോക്കാൻ ആവുമായിരുന്നില്ല. തനിക്കരികിലേക്ക് നടന്നു വരുന്നവൻ്റെ കാലൊച്ച അവൾ അറിഞ്ഞു. ഹൃദയം 10 മടങ്ങ് ശക്തിയിൽ മിടിക്കാൻ തുടങ്ങി. ലക്ഷ്മി. തനിക്കരികിലേക്ക് വന്നുകൊണ്ടവൻ വീണ്ടും വിളിച്ചതും അവൾ കണ്ണുകൾ ഇറുക്കെ അടച്ചു. നീ എന്താ ഒന്നും പറയാതെ പോകുന്നേ? നിനക്കെന്നോട് ദേഷ്യമാണെന്ന് അറിയാം. അന്ന് നിന്നോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ അതൊന്നും വേണമെന്ന് വെച്ചല്ല. എൻ്റെ അവസ്ഥ അതായിരുന്നു. അവൻ പറഞ്ഞു തുടങ്ങിയതും മതി, ഇനിയൊന്നും പറയണ്ട എന്ന അവളുടെ വാക്കുകൾ അവനെ പിടിച്ചു നിർത്തി. നീ ഒന്ന് എന്നെ നോക്ക് ലക്ഷ്മി. ഇങ്ങനെ മുഖം തിരിഞ്ഞു നിൽക്കല്ലേ. അപ്പോഴും തൻ്റെ നേർക്കൊന്ന് തിരിയുക പോലും ചെയ്യാതെ നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ട് നന്ദൻ പറഞ്ഞു. പ്ലീസ് ലക്ഷ്മി. അവൻ അതും പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ച് തനിക്ക് നേരെ തിരിച്ചതും അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളാണ് അവൻ കണ്ടത്. പക്ഷേ തന്നെ നോക്കാതെ ആ കണ്ണുനീരിനെ മറച്ചു വെക്കാൻ നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു അവൾ. ലക്ഷ്മി, എന്തെങ്കിലും ഒന്ന് പറ. നിന്നെ ഞാൻ എത്ര അന്വേഷിച്ചെന്ന് അറിയോ? നന്ദൻ ദയനീയതയോടെ പറഞ്ഞു. എന്താ ഞാൻ പറയേണ്ടത്? രാത്രി വരാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ച ആളാ. 10 വർഷം കഴിഞ്ഞ് മുൻപിൽ വന്നു നിന്നിട്ട് എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ ഞാൻ എന്താ പറയേണ്ടത്? എന്തിനാ ഇപ്പോൾ വന്നത്? ഞാൻ ചത്തോന്ന് അറിയാൻ വന്നതാണോ? അവൾ മുഖം പൊത്തി കരഞ്ഞു. അന്ന് താലി കെട്ടുന്നതിന് മുൻപ് വരെ നന്ദേട്ടൻ വരുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരുന്നു. പക്ഷേ അതിനേക്കാളും സങ്കടം എനിക്ക് നിങ്ങളെക്കുറിച്ച് ആലോചിച്ചായിരുന്നു. നന്ദേട്ടന് എന്തേലും പറ്റിയോ? ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിച്ചോ എന്നൊന്നും അറിയാതെ ഞാൻ എത്രമാത്രം തീ തിന്നെന്ന് അറിയോ? അറിയുന്ന എല്ലായിടത്തും അന്വേഷിച്ചു. ആർക്കും ഒരറിവുമില്ല. എങ്ങോട്ട് പോവും? ആരോട് അന്വേഷിക്കും? ഒരെത്തും പിടിയുമില്ലാതെ ഞാൻ എത്രമാത്രം വേദനിച്ചുവെന്നറിയോ? അവസാനം അന്ന് ഇവിടുന്ന് ഒന്ന് കണ്ടപ്പോഴാ 10 കൊല്ലം ഞാൻ കൊണ്ടു നടന്ന എൻ്റെ ഉള്ളിലെ തീ അണഞ്ഞത്. ഒരു കരച്ചിലോടെ അവൾ പറയുമ്പോൾ നന്ദൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകിയിരുന്നു. ഞാൻ അന്വേഷിച്ച് വന്നിരുന്നു. നീ സുഖമായി ഇരിക്കുന്നോ എന്നെങ്കിലും അറിയാമല്ലോ എന്ന് കരുതി. പക്ഷേ അവിടുന്ന് നീ ഇറങ്ങിപ്പോയെന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞറിഞ്ഞു. നിന്റെ വീട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് അങ്ങനെയൊരു മോളില്ലെന്ന് പറഞ്ഞ് വാതിൽ വലിച്ചടച്ചു. ഞാനും നിന്നെ ഒരുപാട് അന്വേഷിച്ചു. എവിടെ പോയെന്നോ എന്തു പറ്റിയെന്നോ അറിയാതെ ഞാനും ചത്തു ജീവിക്കുകയായിരുന്നു. അതിന് ഒരാശ്വാസം കിട്ടിയത് അന്ന് വഴിയിൽ വെച്ച് നിന്നെയും ഉണ്ണിക്കുട്ടനെയും കണ്ടപ്പോഴാണ്.
പക്ഷേ അന്ന് നിങ്ങളുടെ സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിന്റെ ഭർത്താവ് ഇപ്പോൾ നിന്റെ കൂടെയില്ലെന്ന്. അവനത് പറഞ്ഞതും ലക്ഷ്മി നന്ദനെയൊന്ന് നോക്കി. നന്ദേട്ടൻ കല്യാണം കഴിച്ചില്ലേ? അവൾ അതാണ് അവനോട് ചോദിച്ചത്. അതു കേൾക്കെ നന്ദൻ ഒന്ന് ചിരിച്ചു. കല്യാണമോ? ജീവിതത്തിൽ ഞാൻ ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. പക്ഷേ വിധി എനിക്ക് അവളെ തന്നില്ല. അവൾക്ക് പകരം അവൾ മാത്രമേ ഉള്ളൂ എന്ന് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് വേറൊരു പെണ്ണിൻ്റെ ജീവിതം അറിഞ്ഞുകൊണ്ട് നശിപ്പിക്കാൻ തോന്നിയില്ല. അവനൊരു നോവ് നിറഞ്ഞ നേർത്തൊരു ചിരിയോടെ തന്നെ പറഞ്ഞു. അവൾ അവനെ വെല്ലായ്മയോടെ ഒന്ന് നോക്കി. അല്ല, ഇത് നിന്റെ രണ്ടാം വിവാഹമായിരുന്നോ? എന്നിട്ട് ഭർത്താവ് എവിടെ പോയി? അവൻ വീണ്ടും ലക്ഷ്മിയോട് ചോദിച്ചു. എൻ്റെ ഭർത്താവല്ല, ഉണ്ണിക്കുട്ടൻ്റെ അച്ഛനാണ് പോയത്, ലക്ഷ്മി പറഞ്ഞു. നന്ദൻ ഒന്നും മനസ്സിലാവാതെ അവളെ തന്നെ നോക്കി. എൻ്റെ ജീവിതത്തിൽ ഒരു വിവാഹമേ നടന്നിട്ടുള്ളൂ. അതൊരു 10 വർഷം മുൻപാണ്. ആ ബന്ധത്തിന് പക്ഷേ ഒരു ദിവസം മാത്രമേ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. ലക്ഷ്മി പറഞ്ഞു തുടങ്ങുമ്പോൾ നന്ദൻ അവളെ കൗതുകത്തോടെ നോക്കി. അതിനേക്കാളുപരി എന്നോ വിടരാൻ സാധിക്കാതെ പോയ പ്രണയത്തിൻ്റെ പൂക്കൾ വീണ്ടും മൊട്ടിട്ടു തുടങ്ങിയിരുന്നു. കൈവിട്ടു പോയതെന്തോ വീണ്ടും തിരിച്ചു കിട്ടുന്നത് പോലെ. അവൻ്റെ ഉള്ളിൽ വല്ലാത്ത പ്രതീക്ഷ ഉണർന്നു. കാമുകന്റെ പേരും ചൊല്ലി കല്യാണത്തിൻ്റെ അന്ന് തന്നെ ഒരു പെണ്ണിനെ യാതൊരു ദയയുമില്ലാതെ തല്ലി ചവിട്ടിക്കൂട്ടുന്ന ഒരു മൃഗം. അതായിരുന്നു എന്നെ താലി കെട്ടിയവൻ. എങ്ങനെയോ വാതിൽ തുറന്ന് പുറത്തേക്കോടിയ ഞാൻ ബഹളം വെച്ചതും ആളുകൾ ഓടിക്കൂടി. മദ്യത്തിൽ മുങ്ങിക്കുളിച്ചിരുന്ന ആൾ അവിടെയിട്ടും എന്നെ തല്ലി. നാട്ടുകാർ വിളിച്ചു പറഞ്ഞ് എൻ്റെ നല്ലവരായ വീട്ടുകാരും അവിടേക്ക് വന്നിരുന്നു. അടിയുടെ കാരണം നന്ദേട്ടനുമായുള്ള പ്രണയമായതുകൊണ്ട് തന്നെ എല്ലാം സഹിച്ച് അവിടെ തന്നെ നിൽക്കാൻ വളരെ സ്വകാര്യമായി അമ്മ എൻ്റെ കാതുകളിൽ വന്നു പറഞ്ഞു. അപ്പോൾ എനിക്ക് അവരോട് തോന്നിയ വികാരം എന്താണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. അവർ ശരിക്കും എൻ്റെ അമ്മയാണോ എന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. പിന്നീട് എൻ്റെ വീട്ടുകാർ തന്നെ പ്രശ്നം പരിഹരിക്കാനുള്ള മാർഗം കണ്ടെത്തി. എല്ലാം സഹിച്ച് ഞാൻ അവിടെ തന്നെ നിൽക്കണമെന്ന്. കെട്ടിയ അന്ന് തന്നെ പെണ്ണിനെ അവളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് അവർക്ക് നാണക്കേടാണത്രേ. നാട്ടുകാർ നിർബന്ധിച്ചപ്പോൾ എന്നെ തിരികെ കൊണ്ടുപോകാൻ അവർ മനസ്സില്ലാ മനസ്സോടെ സമ്മതിച്ചു. പക്ഷേ ആത്മാഭിമാനം പോലും പണയം വെച്ച് അവിടെ നിൽക്കാൻ എനിക്ക് പറ്റുമായിരുന്നില്ല. നേരം ഒന്ന് വെളുത്തതും സകല ബന്ധവും ഉപേക്ഷിച്ച് ഞാൻ അവിടെ നിന്നും ഇറങ്ങി. ശരിക്കൊന്ന് നടക്കാൻ പോലും ആകാത്ത ഞാൻ അവിടെ നിന്നും നേരെ വന്നത് നന്ദേട്ടൻ്റെ വീട്ടിലേക്കായിരുന്നു. ശരീരത്തിന് ആവതിയില്ലെങ്കിലും മനസ്സിൽ നിറഞ്ഞ സന്തോഷമായിരുന്നു അവിടേക്ക് വരുമ്പോൾ. പക്ഷേ അവിടെ വന്നപ്പോൾ വീട് പൂട്ടിയിട്ടിരിക്കുന്നു. ഞാൻ അവിടെ വന്നത് ആരും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. അന്ന് ഇരുട്ടാവോളം ആ ഉമ്മറത്ത് ഞാൻ നന്ദേട്ടനെയും കാത്തിരുന്നു. രാത്രി ആരോ പറഞ്ഞറിഞ്ഞ് നന്ദേട്ടൻ്റെ കൂട്ടുകാർ വന്നിരുന്നു. പാവം, അവർ ഭക്ഷണവും കൊണ്ടാണ് വന്നത്. നന്ദേട്ടനെ പറ്റി ഒരു വിവരവും അറിയാതെ എൻ്റെ വിശപ്പെല്ലാം മരിച്ചു പോയിരുന്നു. എന്നിട്ടും അവരെന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചു. 3 ദിവസം മര്യാദയ്ക്ക് ഭക്ഷണമില്ലാതെ പട്ടിണി കിടന്ന എൻ്റെ ശരീരത്തിന് അത് വലിയ ആശ്വാസമായിരുന്നു. അതിനുശേഷമാണ് അവർ പറയുന്നത് നന്ദേട്ടനെക്കുറിച്ച് 3 ദിവസമായി ഒരു വിവരവുമില്ലെന്ന്, പോലീസ് അന്വേഷിക്കുന്നുണ്ടെന്ന്. എല്ലാം കേട്ടപ്പോഴേക്കും ഞാൻ തളർന്നു പോയിരുന്നു. അവിടെ നിന്നും ഇറങ്ങുമ്പോൾ അവർ ഒരുപാട് നിർബന്ധിച്ചിരുന്നു എന്നെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് താമസിപ്പിക്കാമെന്ന്. പക്ഷേ വീട്ടിലേക്ക് തന്നെ പോകാമെന്ന് ഞാൻ കള്ളം പറഞ്ഞു. വീട്ടിലിറക്കി തന്നതും അവരാണ്. അവർ തിരികെ പോയെന്ന് മനസ്സിലായ ഞാൻ വീട്ടിലേക്ക് ചെല്ലാതെ തിരിഞ്ഞു നടന്നു. അങ്ങനെയൊരു വീടും വീട്ടുകാരും എൻ്റെ മനസ്സിൽ അപ്പോഴേക്കും മരിച്ചു കഴിഞ്ഞിരുന്നു. അവിടെ നിന്നും ഞാൻ നേരെ പോയത് രശ്മിയുടെ വീട്ടിലേക്കാണ്. അവിടെ ഒരു മാസത്തിനടുത്ത് നിന്നു. നന്ദേട്ടനെക്കുറിച്ച് അന്വേഷിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. അവസാനം ഇനിയും അവരെ ബുദ്ധിമുട്ടിക്കാൻ മനസ്സില്ലാതെ ഒരു ജോലി ശരിയായെന്നും പറഞ്ഞ് അവിടെ നിന്നിറങ്ങി. അന്ന് നേരെ പോയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ ജീവിതത്തിനും മരണത്തിനുമിടയിൽ ഇനി എന്തെന്നറിയാതെ നിന്നപ്പോഴാണ് അവരെ ഞാൻ കാണുന്നത്. ഒരു സ്ത്രീയും ഒരു കുഞ്ഞും. അവർക്ക് 50 വയസ്സിനടുത്ത് പ്രായമുണ്ടാകും. കുഞ്ഞിന് കഷ്ടിച്ച് ഒരു 6 മാസം. ഓമനത്തമുള്ളൊരു ആൺകുഞ്ഞ്. അവൾ അത് പറഞ്ഞുകൊണ്ട് നന്ദൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അത്ര നേരം ഒന്നും പറയാതെ എല്ലാം കേട്ടുകൊണ്ടിരുന്ന നന്ദൻ്റെ കണ്ണുകൾ ബാക്കി കേൾക്കാനെന്ന വണ്ണം അവളുടെ മുഖത്ത് തന്നെ തറഞ്ഞു നിന്നു. എൻ്റെ ഉണ്ണിക്കുട്ടനായിരുന്നു ആ കുഞ്ഞ്, ഞാൻ പ്രസവിക്കാത്ത എൻ്റെ പൊന്നുമോൻ. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ വാത്സല്യത്തിൻ്റെ വലിയൊരു സാഗരം തന്നെ അലയടിച്ചു. നന്ദൻ്റെ മനസ്സിൽ ഉണ്ണിക്കുട്ടൻ്റെ ചിരിക്കുന്ന മുഖം ഓടി വന്നു. എൻ്റെ മോന് ഇപ്പോഴും അറിയില്ല ഞാൻ അവൻ്റെ അമ്മയല്ലെന്ന്. എനിക്കും അവൻ എൻ്റെ മോനല്ലെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. അവന് നോവുമ്പോൾ എനിക്കും നോവാറുണ്ട്.
അവൻ സന്തോഷിക്കുമ്പോൾ എനിക്കും സന്തോഷമാണ്. ശരിക്കും പ്രസവിക്കണമെന്നില്ല ഒരമ്മയാവാൻ, അവളൊരു നേർത്ത ചിരിയോടെ പറഞ്ഞു. അല്ലെങ്കിലും പ്രസവിച്ചതുകൊണ്ട് മാത്രം ആരും അമ്മയാകില്ല. ജനിപ്പിച്ചെന്ന് കരുതി ആരും അച്ഛനും. അങ്ങനെയെങ്കിൽ എൻ്റെ കുഞ്ഞിന് അവൻ്റെ അച്ഛനും അമ്മയും ഉണ്ടാകുമായിരുന്നു. അവളുടെ ചുണ്ടിൽ പുച്ഛം വിരിഞ്ഞു. ഉണ്ണിക്കുട്ടൻ്റെ അച്ഛനും അമ്മയും എവിടെ? അവർക്കെന്താ സംഭവിച്ചത്? നന്ദൻ ചോദിച്ചു. അവർ കുഞ്ഞിനെ മറന്ന് അവരുടെ ജീവിതം നോക്കിപ്പോയി. അമ്മ അമ്മയുടെ കാമുകൻ്റെ കൂടെയും അച്ഛൻ അച്ഛൻ്റെ കാമുകിയുടെ കൂടെയും. അവിടെ തനിച്ചായി പോയത് ഉണ്ണിക്കുട്ടനാണ്. ആദ്യം പോയത് അവൻ്റെ അമ്മയാണ്, അതിനുശേഷം അച്ഛനും. എന്തായാലും പോകുമ്പോൾ കുഞ്ഞിനെ കൊന്നുകളഞ്ഞില്ല. ആ ഒരു ദയ അവർ കുഞ്ഞിനോട് കാണിച്ചു. കൊല്ലുകയോ വളർത്തുകയോ എന്തു വേണമെങ്കിലും ചെയ്തോ എന്നും പറഞ്ഞ് യശോദാമ്മയുടെ കയ്യിൽ ആ കുഞ്ഞിനെ ഏൽപ്പിക്കുമ്പോൾ പോലും അവൻ അവൻ്റെ അച്ഛനെ നോക്കി മോണ കാട്ടി ചിരിക്കുന്നുണ്ടായിരുന്നെന്ന് പറഞ്ഞ് യശോദാമ്മ കരഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. എനിക്കിപ്പോഴും അത് ആലോചിക്കാൻ വയ്യ. പാവം എൻ്റെ കുഞ്ഞ്. ലക്ഷ്മി പറയുമ്പോൾ നന്ദൻ്റെ ഹൃദയവും മുറിയുന്നുണ്ടായിരുന്നു. അവരവരുടെ നാട്ടിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ അവിടേക്ക് പോകാതെ ഞങ്ങളന്ന് നേരെ പോയത് തൃശ്ശൂരേക്കായിരുന്നു. ഞങ്ങളെ അറിയാത്ത പുതിയൊരു നാട്ടിലേക്ക്. അന്ന് അവരുടെ കൂടെ കൂടിയതാണ് ഞാൻ. പിന്നീട് എൻ്റെ ജീവനും ജീവിതവുമെല്ലാം ഉണ്ണിക്കുട്ടനായിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ നന്ദേട്ടനെക്കുറിച്ച് അന്വേഷിക്കുമായിരുന്നു. മാസങ്ങളോളം അന്വേഷിച്ചു. യാതൊരു വിവരവും കിട്ടിയില്ല. ഇടയ്ക്ക് യശോദാമ്മയുടെ ഒരു ബന്ധു വന്നിരുന്നു. അവരാണ് പറഞ്ഞത് ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ തമിഴ്നാട്ടിൽ കുടുംബവും കുട്ടികളും ഒക്കെയായി ജീവിക്കുകയാണെന്ന്. അയാൾ അവിടുന്ന് പോകുന്നതിനു മുൻപേ നാട്ടിലും അത് പാട്ടായിരുന്നു. ഉണ്ണിക്കുട്ടൻ എപ്പോഴും ചോദിക്കും അവൻ്റെ അച്ഛൻ എപ്പോഴാ വരികയെന്ന്. വരുമെന്ന് ഞാൻ വെറുതെ പറയും. ഇനി വന്നാലും ഞാൻ എൻ്റെ മോനെ വിട്ടുകൊടുക്കില്ല. വലിച്ചെറിഞ്ഞവർക്ക് ഇനി ചേർത്തു പിടിക്കാനുള്ള യോഗ്യതയില്ല. ജനിപ്പിച്ചെന്ന യോഗ്യത പറയുകയാണെങ്കിൽ ഇതുവരെയും ഒന്ന് അന്വേഷിച്ചു വരാത്തവർക്ക് ഞാനത് സമ്മതിച്ചു കൊടുക്കുകയുമില്ല. അത് പറയുമ്പോൾ ചിറകിനുള്ളിൽ തൻ്റെ കുഞ്ഞുങ്ങളെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നൊരു തള്ളക്കോഴിയുടെ ഭാവമായിരുന്നു അവൾക്ക്. നന്ദൻ അവളെ തന്നെ നോക്കി നിന്നു. ഉണ്ണിക്കുട്ടനെ ഓർക്കുമ്പോൾ അതിലും വേദന തോന്നി നന്ദന്. അനാഥനെന്ന വേദനയറിഞ്ഞു വളർന്നതുകൊണ്ടാകണം നന്ദന് ഉണ്ണിക്കുട്ടനോട് വല്ലാത്ത വാത്സല്യം തോന്നി. വല്ലാത്ത വാത്സല്യം. അല്ല, നന്ദേട്ടൻ എവിടെയായിരുന്നു? എന്താ പറ്റിയത്? അവളെന്തോ പെട്ടെന്ന് വന്ന ഓർമ്മയിൽ ചോദിച്ചു. അന്ന് രാത്രി നിന്റെ വീട്ടിലേക്കുള്ള വളവ് തിരിഞ്ഞതു മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഓർമ്മയുള്ളൂ. തലയിലൂടെ എന്തോ വന്നു വീണതാണ്. പിന്നീട് എല്ലാ എല്ലുകളും നുറുങ്ങുന്ന വേദന ഞാൻ അറിഞ്ഞു. പിന്നെ ഒരുപാട് നേരത്തെ യാത്രയ്ക്കൊടുവിൽ വാരിക്കൂട്ടി ഏതോ കായലിൽ കൊണ്ടുപോയിട്ടു. അന്ന് ബോധം പോകുമ്പോൾ പോലും നീയായിരുന്നു എൻ്റെ ഉള്ളിൽ. പിന്നെ ബോധം വരാൻ മാസങ്ങൾ എടുത്തിരുന്നു. നിന്നെ അന്വേഷിച്ച് വന്നപ്പോൾ നീ എവിടേക്കോ പോയി മറിയുകയും ചെയ്തു. അവനൊരു നോവോടെ പറഞ്ഞു. ആ നോവ് അവളുടെ കണ്ണുകളിൽ വീണ്ടും പേമാരി തീർത്തു. അന്ന് വീട്ടിലേക്കുള്ള യാത്രയിൽ അവളുടെ കയ്യിലെ സാധനങ്ങളുടെ കവർ അവൻ വാങ്ങി പിടിച്ചിരുന്നു. വീടിന് മുൻപിലെത്തിയതും അവൻ കവർ അവളെ ഏൽപ്പിച്ച് തിരിഞ്ഞു നടന്നു. അവൻ നടന്നു നീങ്ങുന്നത് നോക്കി നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു. വിധി തല്ലിക്കെടുത്തിയ 2 ജീവിതങ്ങൾ. ജനാലയ്ക്കിടയിലൂടെ അത് കാണുന്ന യശോദാമ്മയുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു ആ സമയം. അന്ന് രാത്രിയിലും കിടന്നുകൊണ്ട് കണ്ണുനീർ വാർക്കുന്നവളെ കാണുമ്പോൾ യശോദാമ്മ ചിലതെല്ലാം മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. നന്ദ, മോനൊന്ന് ജോലി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്കൊന്ന് വരാമോ? ഊണിൻ്റെ പൈസ കൊടുത്ത് പുറത്തേക്കിറങ്ങുമ്പോഴാണ് യശോദാമ്മ നന്ദനോട് അത് പറഞ്ഞത്. അന്ന് എന്നത്തേതിൽ നിന്നും വ്യത്യസ്തമായി നന്ദനും ലക്ഷ്മിയും തമ്മിൽ സംസാരിക്കുന്നുണ്ടെന്ന് യശോദാമ്മ മനസ്സിലാക്കി. 2 പേരുടെയും കണ്ണിൽ വല്ലാത്തൊരു തിളക്കമുള്ളതുപോലെ. നന്ദൻ ബൈക്കിൻ്റെ ഹോൺ നീട്ടിയടിച്ചതും ഉണ്ണിക്കുട്ടൻ അകത്തുനിന്നും ഓടി വന്നു. പോട്ടെ അമ്മേ എന്നും പറഞ്ഞ് അവൻ ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു. യശോദാമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനും അവൻ മറന്നിരുന്നില്ല. അന്നവൻ വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. അവൻ ഓടിച്ചെന്ന് നന്ദൻ്റെ പിറകിലായി കയറിയിരുന്നു. നന്ദൻ ലക്ഷ്മിയെയും യശോദാമ്മയെയും നോക്കി തലയാട്ടിയ ശേഷം പതിയെ വണ്ടി മുന്നോട്ടെടുത്തു. ഉണ്ണിക്കുട്ടൻ്റെ കുഞ്ഞിക്കൈകൾ നന്ദൻ്റെ വയറിലപ്പോൾ മുറുകിയിരുന്നു. അപ്പൂ, കണ്ടോ എൻ്റെ അച്ഛനെ? ഇതാ എൻ്റെ അച്ഛൻ. റോഡിലൂടെ കൂട്ടുകാർക്കൊപ്പം സ്കൂൾ ബാഗുമിട്ട് നടന്നു പോകുകയായിരുന്ന അപ്പുവിനെ കണ്ടതും ഉണ്ണിക്കുട്ടൻ വിളിച്ചു പറഞ്ഞു. അതു കേട്ടതും നന്ദൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഹൃദയം ഒരച്ഛൻ്റെ സ്നേഹം കൊണ്ട് നിറഞ്ഞു തുളുമ്പി. നന്ദൻ ഇടതുകൈ കൊണ്ട് തൻ്റെ വയറിലായി ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ഉണ്ണിക്കുട്ടൻ്റെ കുഞ്ഞിക്കൈയിൽ മുറുക്കെ പിടിച്ചു.
അന്ന് രാത്രിയിൽ നന്ദൻ്റെ നെഞ്ചിലായി ഉറങ്ങിക്കിടക്കുന്ന ഉണ്ണിക്കുട്ടനെ നോക്കിക്കൊണ്ട് ലക്ഷ്മി നന്ദന് അരികിലായി കിടന്നു. അവളുടെ കൈ തൻ്റെ കുഞ്ഞിൻ്റെ മേൽ പതിയെ തലോടി. തങ്ങൾക്ക് നടുവിലേക്ക് ഉണ്ണിക്കുട്ടനെ ഇറക്കിക്കിടത്തുമ്പോൾ നന്ദൻ്റെ കൈകൾ ഉണ്ണിക്കുട്ടനെയും അവളെയും ഒരുപോലെ ചേർത്തു പിടിച്ചിരുന്നു. ഞങ്ങളുടെ കുഞ്ഞ്. ജനിപ്പിക്കാതെയും പ്രസവിക്കാതെയും അച്ഛനും അമ്മയുമായി മാറിയ അവരുടെ ഹൃദയം ഉണ്ണിക്കുട്ടനെ നോക്കി മൗനമായി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ.